അത് മാറേ കട്ടി അവന്റെ ഒരു ഓഞ്ഞ കൂളിംഗ് ഗ്ലാസും പിള്ളേ എന്തിനും ഒരു തിരുവനന്തപുരം ലാംഗ്വേജും ഈ കാണുന്നൊന്നല്ല അവൻ, ഈ കാണിക്കുന്നവല്ല. പിന്നെ ആരാവൻ? അശോകേട്ട് നമസ്കാരം. ആവശ്യമില്ലാത്ത ഒന്നും പറയരുത്. ക്ലബ് എഫ്എമ്മില് രാഘവായിട്ടുള്ള ഒരു ചാറ്റ് നടക്കുകയാണ്. ജഗദീഷ് ഇവിടെ ഇല്ല, ധൈര്യമായിട്ട് ഇനി എന്തും പറയാം, എന്ത് തോന്നിയ ദിവസം പറയാം. ക്യാരക്ടേഴ്സൊക്കെ ഡിഫറെൻ്റ് ആയിട്ട് ചിന്തിക്കണമെങ്കിൽ അത് മനോജേട്ടനെ കുറിച്ച് വെച്ചാൽ ആലോചിക്കാൻ പറ്റുള്ളൂ. പ്രൂവ് ചെയ്തിട്ടുണ്ട്. ഇപ്പൊ പറഞ്ഞ ആനന്ദഭദ്രാണെങ്കിലും ഈ അർദ്ധനാരിയുടെ കഥാപാത്രം ദ്രോണ, അതിന് ഡിഫറെന്റ് ക്യാരക്ടേഴ്സ് ആണ്. അത് അഭിനയിച്ച് ഫലിപ്പിക്കണം. അതിന് വളരെ അപൂർവ നടന്മാരെ ഇവിടെ മലയാളത്തിലുള്ളൂ. ഇതിനും വലിയ വെള്ളിയാഴ്ച വന്നിട്ട് വാപ്പ പള്ളി പോയിട്ടില്ല. അത് വിട്, ഈ അടുത്ത കാര്യം പറ. മലയാള സിനിമയിൽ കണ്ട ഏറ്റവും ധീരനായ നടനാരാണ്? പറഞ്ഞു കേട്ടിടത്തോളം സത്യമാഷിനെ കുറിച്ച് കേട്ടിട്ടുണ്ട്. ഭയങ്കര ചങ്കൂറ്റുള്ള ഒരു സെറ്റിൽ വെച്ച് ഉദയായിൽ എവിടെ വെച്ചൊരു വിഷയമുണ്ടായപ്പോൾ ആ റൂം സിനിമയിൽ കാണുന്നതിന് ചാവട്ടിയെ കുളിച്ചു കളഞ്ഞു. നശിച്ചവനെ ഞാൻ നശിപ്പിക്കും. ഞാൻ രാജമണി. റൈറ്റർക്കും എന്നെ മറ്റു പലർക്കും അണിയറ പ്രവർത്തകർക്കും ഈ തിരുവനന്തപുരം സ്ലാങ് വന്നു കഴിഞ്ഞാൽ ഇത് തകർന്നു പോകില്ലേ. പക്ഷെ മമ്മൂക്ക അവിടെ സ്ട്രോങ് ആയിട്ടൊന്നും ഇല്ല, ഇത് ചെയ്താൽ നന്നായിരിക്കും എന്ന് പറഞ്ഞിട്ട് അങ്ങനെ ചെയ്താണ്. നമ്മളില്ലേ അന്തരാസ് കൂന്തരാസ് അവന്റെ അമ്മേരെ തള്ളേ കലിപ്പ് തീരണില്ലല്ലേ. 20 കോടി നിലവുകൾ കൂടി പെൺമയാനത്. കൂളായ രണ്ടാൾക്കാരാണ് ഇന്ന് എൻ്റെ കൂടെ. ഭരതൻ സാർ തന്നെ ഇക്കാര്യം പറഞ്ഞിട്ടില്ലേ? മനോജേട്ടൻ ഭയങ്കര കൂളാണെന്ന് പറഞ്ഞിട്ടില്ലേ? പറഞ്ഞിട്ടുണ്ട് പണ്ട് എപ്പോഴും. ഇവനൊരു ഭയങ്കര പ്രേംനസീറിനെ പോലൊരു സംഭവമാണല്ലോ എന്ന് പറഞ്ഞിട്ടുണ്ട്. ആണോ? കാരണം എന്താണെന്ന് വെച്ചാൽ ഈ ഭയങ്കര ഡിപ്ലോമാറ്റിക് ആയിട്ട് ആ വെങ്കലത്തിനൊക്കെ ആദ്യം തന്നെ അവിടെ ഷൂട്ട് സമയത്ത് ചെറുതുരുത്തി ഗസ്റ്റ് ഹൗസിൽ വെച്ച് ഫസ്റ്റ് ഡേ ഷൂട്ടിങ് കഴിഞ്ഞിട്ട് നേരെ റൂമിൽ പോയി. അപ്പോൾ ഞാൻ അപ്പോൾ ഭരതേട്ടനെ അവിടെ ഡ്രോപ്പ് ചെയ്തിട്ട് എൻ്റെ മറ്റേ ഐമുട്ടിക്കാട് ഗസ്റ്റ് ഹൗസിലേക്ക് പോകണം. അതിനുവേണ്ടി ഞാൻ അവിടെ വിടാൻ പോയി. അപ്പോൾ എന്നോട് നീ എന്തിയാ പരിപാടി? ഞാൻ പറഞ്ഞല്ല, ഞാൻ റൂമിലേക്ക് പോകുന്നു. വാടാ നീ ഒന്ന് റൂമിൽ കയറിട്ട് പോകുമെന്ന് പറഞ്ഞു. ഫസ്റ്റ് ഡേ ഷൂട്ടിംഗ് ആണ്. ഭരതേട്ടനോട് അങ്ങനെ ഒരു അടുപ്പൊന്നും ആയിട്ടില്ല. അപ്പോൾ ചേച്ചിയുണ്ട്, ചേച്ചിയുണ്ട് കൂടെ. അപ്പോൾ നേരെ ചേച്ചി കയറി ചെന്നൊരു ഷൂട്ട് റൂമാണ്. ആ ചേച്ചി അകത്തോട്ട് പോയി. അപ്പോൾ ഭരതേട്ടൻ ചെന്നാണ് ഒരു കുപ്പിയൊക്കെ എടുത്ത് വെച്ച് 2 പെഗ്ഗൊക്കെ ഒഴിച്ച് എനിക്ക്. അപ്പോൾ ഞാൻ ഇത് ആർക്കും ഇത് ഒഴിക്കുന്നത് 2 പെഗ്ഗ്. അപ്പോൾ ഞാനിങ്ങനെ ഭയങ്കര ഇതായിട്ട് നിൽക്കുക. അടിയടാ ഞാൻ പറഞ്ഞ് ഭരതേട്ടല്ല അത് ഞാനങ്ങനെ കഴിക്കാറില്ല എന്നൊക്കെ ഇങ്ങനെ. നീ ഒരുമാതിരി പ്രേംനസിന്റെ സ്വഭാവം കാണിക്കുക, നീ സാറിൻ്റെ തടി. അതെന്താ മനസ്സിലായി. നസീർ സാർ അതുപോലെ ഭയങ്കര പൊളൈറ്റ് ആയിട്ടുള്ള ഒരാളല്ലേ, അങ്ങനെ ഡിപ്ലോമാറ്റിക് ആയിട്ട് വളരെ സംസാരിക്കുന്നതൊക്കെ വളരെ സൂക്ഷിച്ചൊക്കെ സംസാരിക്കുന്ന ഒരാളല്ലേ. അപ്പൊ അതുപോലൊരു ഉദാഹരണം പറഞ്ഞല്ല. ഞാൻ പ്രേം നസീറിനെ പോലെ ഞാൻ നെവർ എവർ ഒരിക്കലും ഇല്ല. ഇപ്പം ഈ ലുക്കിലൊക്കെ ഏകദേശം പ്രേം നസീർ എവർഗ്രീൻ ഹീറോ ആയിട്ട് എങ്ങനെയാണ് ലുക്കിൽ അല്ലെ? ഇപ്പൊ കോളേജ് പോയി പ്രൊമോഷൻ കിട്ടിയതേ ഉള്ളൂ. അല്ല ഞാൻ പിന്നെ വെച്ചാൽ ഇപ്പൊ കുറച്ചു കാലമായിട്ട് കുറച്ച് ഏജ്ഡ് ക്യാരക്ടേഴ്സും കാര്യങ്ങളൊക്കെ ഇപ്പൊ ചെയ്തു തുടങ്ങിയിട്ടുണ്ട്. കോളേജ് ഇപ്പൊ പ്രൊമോഷൻ അതിപ്പോ താടി എടുത്തു കഴിഞ്ഞാൽ വീണ്ടും ഒരു പുതിയ ഹീറോ ഉടനെ കൂട്ടുകാരൻ സുധീഷ് കോളേജ് പഠിക്കുന്നു, ബുക്കൊക്കെ ആയിട്ട് ഇറങ്ങുന്ന കാണാം. ഓക്കെ, ഇതുപോലെ ഹരിഹരൻ സാറോ അല്ലെങ്കിൽ എം ടി ഒ അങ്ങനെ എന്തോ പറഞ്ഞിട്ടുണ്ടോ? എനിക്ക് മനോജേട്ടൻ്റെ അത്രയും കൂളല്ല ഞാൻ ശരിക്കും പറഞ്ഞു. ഞാൻ ഒരുപാട് മനോജേട്ടൻ്റെ കൂടെ സിനിമകൾ അഭിനയിച്ചിട്ടുണ്ട്. പക്ഷെ എനിക്ക് ഇത്രയും വളരെ റിലാക്സ്ഡ് ആയിട്ട് ഒരു ടെൻഷനും ഇല്ലാത്ത വളരെ ഫ്രീ ആയിട്ടുള്ള ഒരാളായിട്ട് ഞാൻ മനോജേട്ടനെ ഫീൽ ചെയ്തു പലപ്പോഴും. ഞാൻ ആലോചിക്കും എങ്ങനെ ഇത്ര ഫ്രീ ആയിട്ട് നിൽക്കാൻ പറ്റുന്നത്. എനിക്ക് പലപ്പോഴും ഞാൻ ചെറിയ കാര്യങ്ങളൊക്കെ ഭയങ്കര ടെൻസ്ഡാണ് പലപ്പോഴും. അത്ര കൂളൊന്നുമല്ല. പക്ഷെ അഭിനയിക്കുന്ന സമയത്ത് നമ്മൾ ഓക്കെ, ഞാൻ പറഞ്ഞ ലൈഫിലാണ് ഞാൻ പറഞ്ഞു. അല്ലാത്ത സമയത്തൊക്കെ ഭയങ്കര റിലാക്സ്ഡ് ആയിട്ടാണ് ഞാൻ എപ്പോഴും കണ്ടുകൊണ്ടിരുന്നത്, വളരെ ഈസി ആയിട്ട്. ധീരം കഴിഞ്ഞപ്പോൾ ദേവദത്ത് ഷാജി എന്താ പറഞ്ഞത്? ഒരുവിധ ടെൻഷനും ഇല്ലാതെ ഫുൾ ടൈം കോമഡി, സന്തോഷം, സ്നേഹം മാത്രം. അങ്ങനെയുള്ള ആളുകളെ തന്നെയാണ് വിളിച്ചിരിക്കുന്നത്. ജഗദീഷേട്ടനാണെങ്കിലും അശോകേട്ടനാണെങ്കിലും വിനീതാണെങ്കിലും മനോജേട്ടനാണെങ്കിലും നമ്മളൊക്കെ തന്നെ അത്രയും കൂളായിട്ടുള്ള ഈ പറഞ്ഞ പോലെ ടെൻഷൻ എന്താ പറയുക ഫ്രീ ആയിട്ട് ഭയങ്കര ഹാപ്പി ആയിട്ട് നിൽക്കുന്ന പുതിയ തലമുറയിലെ രാജേഷ് മാധവനും ശബരീഷും അല്ലെങ്കിൽ അഭിറാമും അല്ലേ, നമ്മുടെ അശ്വതി, ഇങ്ങനെയുള്ള പുതിയ തലമുറയില് അവരെല്ലാം ഭയങ്കര കൂളായിരുന്നു. അവർ ഞങ്ങളുടെ അടുത്ത് ആ പ്രദേശത്തേക്ക് വരത്തില്ല. കാരണം ഞങ്ങൾ അവിടെ ഇരുന്ന് കത്തിക്കല്ലോ, ഓരോരുത്തരും അങ്ങോട്ടും ഇങ്ങോട്ടും കൊന്നു. സത്യം പറയുകയാണെങ്കിൽ ഏറ്റവും റിലാക്സ് ആവുന്നതിന്റെ കാര്യം എന്താ അറിയോ, എല്ലാ കാര്യങ്ങൾക്കും തിരി കൊളുത്തി വിട്ടിട്ട് അവിടെ മിണ്ടാണ്ടിരിക്കും. നമ്മളെ കൊണ്ട് പറ്റാവുന്ന കാര്യങ്ങൾ ചെയ്യാവുള്ളൂ. ശരിക്കും ജഗദീഷേട്ടൻ അശോകേട്ടൻ നമ്മളുടെ പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ ഭയങ്കര രസമായിട്ടാണ് ഹാൻഡിൽ ചെയ്യുന്നത് മനോജ് ഭായ് അതിന്റെ കൂട്ടത്തിൽ ചേരും. പക്ഷെ അതിന്റെ തുടക്കവും കാര്യങ്ങളും മൂർച്ച കൂട്ടുന്നതും ഒക്കെ മനോജ് ചേട്ടനാണ്. പക്ഷെ അതൊക്കെ രസമാണ്. എനിക്ക് തോന്നുന്നത് ഇവന് ഇത് ക്ലൈമാക്സ് ഷോട്ട് എടുത്തോണ്ടിരിക്കുക. ഞങ്ങളെല്ലാവരും ആ ഷോട്ട് ആ സീൻ കഴിഞ്ഞ് ഞങ്ങളെല്ലാവരും ഫ്രീ ആണ്, പോവാ, എല്ലാവരും നാട്ടിലേക്ക് പോവാ, തിരിച്ചു പോവാ, പായ്ക്കപ്പാണ്. എന്താന്ന് വെച്ചാല് അശോകന്റെ അടുത്ത് കുറച്ച് കൂടുതലായിട്ട് അമരത്തിലെ പാട്ടിനെ കുറിച്ചും അമരത്തിലെ
അതല്ല അശോട്ടാ എന്താണത് സാധനം എന്നറിയാം. അപ്പം അശോകനാ നീ പിന്നെ അത് നല്ല പാട്ടല്ലേ അതെന്നൊക്കെ പറയുന്നുണ്ട്. ഇപ്പം വീണ്ടും കുറച്ച് കഴിയുമ്പോൾ ഞാനിത് കുറച്ച് ശ്രദ്ധിക്കാൻ തുടങ്ങി. അല്ല അശോകൻ അതല്ല ആ തീരുമാനം ഇങ്ങനെ അല്ല അതെന്ത് പറ്റുക. അപ്പൊ അവസാനം എനിക്ക് തോന്നി അശോകന് തോന്നി ഈ പാടമേ ചെയ്യണ്ടായിരുന്നു, ഈ പാട്ട് തോന്നിക്കണ്ടായിരുന്നു തോന്നുന്ന അവസ്ഥയിലേക്ക് ഇവൻ. അല്ല അത് പിറ്റേ ദിവസം എല്ലാവരും നമ്മൾ പിരിഞ്ഞു പോവല്ലേ, അപ്പൊ അതിന്റെ ഒരു സങ്കടവും വിഷമവും ഒക്കെ ഉണ്ടാവും. ധീരന്റെ ക്യാരക്ടറിനെ കുറിച്ച് പറഞ്ഞ ധീരനിൽ ഞാൻ ബോംബെ അരവിന്ദാക്ഷൻ എന്ന് പറയുന്ന ക്യാരക്ടറാണ്. എന്നെ സ്നേഹമുള്ളവർ ബോംബെ അരവി എന്നും വിളിക്കും, അരുവി എന്നും വിളിക്കുന്നവരുണ്ട്. മലയാറ്റൂർ എന്ന് പറയുന്ന ചെറിയ ഗ്രാമത്തിലെ ഒരു പറ്റം സ്നേഹമുള്ള നിഷ്കളങ്കരായ ആൾക്കാരുടെ ഒരു ഗ്രാമമുണ്ട്. അവിടെയുള്ള ഒരു അംഗമാണ് ഇദ്ദേഹവും. സുധീഷിന്റെ ക്യാരക്ടറുണ്ട്, അശോകന്റെ ക്യാരക്ടറുണ്ട്, ജഗദീഷ് ചേട്ടൻ്റെ അല്ലേ, അവരൊക്കെ പല ജഗദീഷ് ചേട്ടൻ പഞ്ചായത്ത് പ്രസിഡന്റ്. സുധീഷ് അത്യാവശ്യം പറയണ്ടേ അങ്ങനെ ഒരു സസ്പെൻസ്, ചില ക്യാരക്ടേഴ്സിന് ചില സസ്പെൻസുകളുണ്ട്. അതുപോലെ മനോജ് ചേട്ടന്റെ ബാക്ക്ഗ്രൗണ്ട് നോക്കിക്കഴിഞ്ഞാൽ ഒരു സസ്പെൻസ് ഒരു സംഭവമുണ്ട്, ഫാമിലി ലൈഫ് നോക്കിക്കഴിഞ്ഞാലും ഒരു സസ്പെൻസ് ഉണ്ട്. അപ്പൊ ഞാൻ അതിലേക്കൊന്നും പോകുന്നില്ല. എന്റെ ക്യാരക്ടർ വെൽഡറാണ്. ഈള് ബോംബെയിൽ ഒരു വെൽഡിംഗ് വർക്ക്ഷോപ്പൊക്കെ ഉണ്ടായിരുന്നു. അവിടെ എന്തൊക്കെ വിഷയങ്ങളൊക്കെ ആയിട്ട് ആൾ നാട്ടിലേക്ക് തിരിച്ചു വന്നു. നാട്ടിൽ ഇനി ഒരു കടയൊക്കെ ഇട്ട് ജീവിക്കാം, അങ്ങനെ ഒരു വെൽഡിംഗ് വർക്ക്ഷോപ്പൊക്കെ ഇട്ട് ജീവിച്ചുകൊണ്ടിരിക്കുന്ന ഒരാളാണ്. പുള്ളിക്ക് ഒരുപാട് ജീവിതത്തിൽ ഒരുപാട് പ്രശ്നങ്ങളൊക്കെ ഉണ്ട്, കുറച്ച് ഡെസ്പറേറ്റ് ആണ് ആള്. അപ്പോൾ അതിൻ്റെ ഇടയിലൂടെയാണ് ഇവരൊക്കെ ആയിട്ടുള്ള മിംഗ്ലിങ് കാര്യങ്ങളൊക്കെ ആയിട്ട് പോകുന്ന ഒരാളാണ്. അത്രയും ഞാൻ തൽക്കാലം പറയുന്നുള്ളൂ. സിനിമ വരട്ടെ. സിനിമയിൽ ഒരു ബേജാർ ക്യാരക്ടറാണല്ലേ, കുറച്ച് വിഷമിക്കുന്ന ക്യാരക്ടറാണല്ലേ? അയാൾക്ക് വിഷമങ്ങളുണ്ട്, പക്ഷെ അതിനേക്കാൾ ഉപരി അതിൻ്റെ ഇടയ്ക്കൂടെ അയാളുടേതായൊരു ക്യാരക്ടർ വേറെ രീതിയിൽ ബിഹേവ് ചെയ്ത് പോകുന്നുമുണ്ട്. ഇങ്ങനെ വിഷമിക്കുന്ന ആളാണോ മനോജേട്ടൻ? നെവർ. ഭയങ്കര കൂളാണ്. അതിൽ വിഷമിക്കേണ്ട സ്ഥലത്ത് വിഷമിക്കേണ്ട മനുഷ്യനല്ലേ. ഒരു നിങ്ങൾ പറഞ്ഞതിൽ കൂളാളാണ്, എന്നാൽ വളരെ ഹൈലി സെൻസിറ്റീവ് ആയിട്ടുള്ള ഒരാളുമാണ്. പൊതുവെ കലാകാരന്മാരെല്ലാം അങ്ങനെയാണെന്ന് പറച്ചിട്ടുണ്ട്. അതാണ് ഞങ്ങൾ പേരിട്ട് കൊടുത്തല്ലോ സെൻസേഷണൽ സ്റ്റാർ. സെൻസേഷണൽ ആണ്, സെൻസിറ്റീവ് അല്ല. പറ ക്യാരക്ടറിനെ കുറിച്ച് പറഞ്ഞോ. എൻ്റെ കഥാപാത്രം പറഞ്ഞല്ലോ, ഡോക്ടറാണ്, പിന്നെ വാട്ടർ അതോറിറ്റിയിൽ വർക്ക് ചെയ്യുന്നുണ്ട്, പിന്നെ ചിലപ്പോൾ തെങ്ങ കയറാൻ പോവും, ഏകദേശം രൂപം കിട്ടിയില്ലേ, കുറച്ച് സ്ക്രാപ്പിന്റെ ബിസിനസ് ഒക്കെ ഉണ്ട്. അങ്ങനെ എല്ലാം ഓൾ ഇൻ ഓൾ ആയിട്ടുള്ള ഒരു പരിപാടിയാണ്. ഇനി എനിക്കറിയേണ്ടത് ധീരന്റെ ക്യാമറമാനെ കുറിച്ചാണ്. നിങ്ങളുടെയൊക്കെ ഗുരുവിന്റെ മകനാണ്. പിന്നെ ധീരന്റെ ക്യാമറമാൻ സല്ലാപം ചെയ്യുമ്പോൾ ഹരിയുടെ അനിയനാണോ ചേട്ടനാണത്? ചേട്ടൻ അനിയൊന്നും പറയാനില്ല, 8 വയസ്സോ 10 വയസ്സൊക്കെ ഉള്ളൂ. ഇവരൊന്ന് 10 വയസ്സുള്ളൂ ഹരിയെ അവിടെ കണ്ടിട്ടുണ്ട് ഞാൻ. അപ്പൊ ഹരിയുടെ ബ്രദർ അതിനകത്ത് ബിന്ദു പണിക്കരുടെ മോനായിട്ട് ചെയ്തിട്ടുണ്ട്, ഓർമ്മയില്ലേ? NF മോനായിട്ട് കൊച്ചുകുട്ടി. അത് ഇവന്റെ ഹരിയുടെ ലോഹിട്ടന്റെ മോനാണ്, രണ്ടാമത്തെ മോനാണ്. അപ്പൊ അന്നേ ഹരിയെ അറിയാം എനിക്ക്. പക്ഷെ ഇവിടെ വന്ന് എനിക്ക് അറിയില്ലായിരുന്നു, ഈ സെറ്റ് വന്ന് ഹരിയാണ് വർക്ക് ചെയ്തത്, ലോഹിയേട്ടൻ്റെ മോനാണ് വർക്ക് ചെയ്യുന്നത് എനിക്ക് അറിയില്ലായിരുന്നു. ഞാൻ ഞെട്ടിപ്പോയി ശരിക്കും. ഇപ്പൊ ഞാൻ ആലോചിച്ചേട്ടാ, ലോഹിയേട്ടൻ്റെ സ്ക്രിപ്റ്റിൽ 2-3 സ്ക്രിപ്റ്റിൽ ഞാൻ അഭിനയിച്ചിട്ടുണ്ട്. നീ അഭിനയിച്ചിട്ടുണ്ട്? ആധാരമൊക്കെ ചെയ്തല്ലേ? അപ്പൊ അദ്ദേഹത്തിന്റെ കഥാപാത്രമായി സാധിച്ചു. അദ്ദേഹത്തിന്റെ മകൻ ക്യാമറ ചെയ്യുമ്പോൾ അതിന് മുമ്പിൽ വന്ന് നമുക്ക് പെർഫോം ചെയ്യാൻ സാധിക്കും. അതൊക്കെ വലിയൊരു നല്ല എക്സ്പീരിയൻസ് ആയിരുന്നു സിനിമയിൽ. ഉഗ്രൻ ക്യാരക്ടർ കേട്ടോ ലൂയിസ് സാറിന്റെ മോനെ. ഭയങ്കര സൈലന്റ്. അങ്ങനെ ഒരു ക്യാമറമാൻ അവിടെ ഉണ്ടെന്ന് അറിയേയില്ല. അങ്ങനത്തെ ഒരാളാണ്. ഒരു ബഹളമില്ല. സാറിന് ക്യാമറമാനൊക്കെ ഇച്ചിരി ഒരു ബഹളമൊക്കെ കാണിക്കും. അതിലായിട്ട് അതങ്ങനെ മാറേ കട്ടേ എന്നൊക്കെ പറഞ്ഞിട്ട് ഇച്ചിരി ബഹളം കാണിക്കും. ഇതൊന്നുമില്ല, ഭയങ്കര ഫാസ്റ്റ് ആണ്. മാത്രമല്ല ദേവനോട് കൂടെ നിന്നിട്ട് ഈ സിനിമയുടെ എല്ലാ കാര്യങ്ങളും പറയാം. ഏത് സമയത്ത് ഏത് ലൈറ്റപ്പ് വേണം എല്ലാം ബൈഹാർട്ടാണ് അവര്. കഴിഞ്ഞ ദിവസം സുന്ദർദാസ് സാർ വന്നായിരുന്നു. അപ്പൊ സുന്ദർദാസ് സാർ പറഞ്ഞായിരുന്നു ദിവാകരൻ എന്നാണല്ലോ സലാപത്തിലെ ക്യാരക്ടർ. അത് ശരിക്കും പറഞ്ഞാൽ ആ ക്യാരക്ടറിന് ലോഹി സാർ അറിഞ്ഞു പേരിട്ടാണ് സൂര്യന്റെ സ്വഭാവമാണ്. കാരണം അയാൾ ഭയങ്കര സൂര്യനാണ് എല്ലാവർക്കും ഊർജ്ജം കൊടുക്കുന്നത്. പക്ഷെ എല്ലാവർക്കും അയാൾക്ക് അടുത്തേക്ക് എത്താൻ ഭയങ്കര പേടിയാണ്. അതുപോലെയാണ് ക്യാരക്ടർ. എല്ലാവരും ഹെൽപ്പ് ചെയ്യുന്ന ക്യാരക്ടറാണ് മനോജ് ചേട്ടന്റെ. പക്ഷെ എല്ലാവർക്കും അയാളെ പേടിയുമാണ്. അങ്ങനെയാണ് ആ ക്യാരക്ടറിന് പേരിട്ടേന്നൊക്കെ എന്നോട് പറഞ്ഞു തന്നായിരുന്നു. എന്റെ ആദ്യത്തെ ഷോട്ട് ഇപ്പോഴും ഞാൻ ഓർക്കുന്നത്, ഇത് സലാബ് ഞാൻ ഫസ്റ്റ് ഡേ ചെല്ലുകയാണ്. ഒരു രാത്രി സീൻ. അതായത് എൻ്റെ അമ്മ മറ്റേ കോഴിക്കോട് ശാരദ ചേച്ചി അവരാണ് എൻ്റെ അമ്മയായിട്ട് അഭിനയിക്കുന്നത്. അപ്പോൾ വന്നിട്ട് ഇങ്ങനെ ചോറ് വിളമ്പും. അപ്പോൾ ഞാൻ ഇങ്ങനെ ചമ്പ്രം വിളഞ്ഞിരിക്കുക. ഇങ്ങനെ ചോറ് വിളമ്പത്തേക്കും ചമ്മന്തി വെക്കും. അപ്പം ചമ്മന്തി എടുത്ത് ഞാൻ നോക്കിട്ടു, ഇതെന്താ പട്ടിത്തീട്ടോ? അല്ലടാ അത് ചെമ്മീൻ ചമ്മന്തിയാടാ. അത് ഭയങ്കര ചിരിയായിരുന്നു തിയേറ്ററിൽ. ഞാൻ ആദ്യം പറഞ്ഞത് സല്ലാപത്തിന്റെ ഡയലോഗ്, ഇതെന്താ പട്ടിത്തീട്ടോ. അപ്പൊ സിനിമയിലെ ഈ എന്താ പറയുന്നത് അന്ധവിശ്വാസികൾ ആണെങ്കിൽ പറയും, ഒരു പടത്തിന് വന്നിട്ട് ആദ്യം പട്ടിത്തീട്ടത്തിന്റെ കാര്യമാണ്, അത് ശരിയല്ല, വേറെ നല്ലൊരു പ്ലസന്റ് ആയിട്ട് ഡയലോഗ്. അങ്ങനെയൊന്നും ഇല്ല, അതിലൊന്നും കാര്യമില്ല. ആ പടം എന്തൊരു ഹിറ്റാണ്. മഞ്ജു വാര്യരെ പോലൊരു
എത്രയും അതിൽ നിങ്ങളുടെ അമ്മയും മോനും തമ്മിലുള്ള കോമ്പിനേഷൻ ഭയങ്കര ഭയങ്കര നല്ല അമ്മയെ തള്ളയൊക്കെ വിളിച്ച് ചൂടാവുന്നതും അതെ അതെ അതെ. നമ്മളിനി ആദ്യത്തെ റൗണ്ടിലേക്ക് പോകാൻ. എന്ത് റൗണ്ട്? ധീരൻ എന്നാണ് ഈ റൗണ്ടിന്റെ പേര്. സിനിമയിൽ കണ്ട കുറച്ച് ധീര കാര്യങ്ങളെ കുറിച്ചാണ് ഞാൻ ചോദിക്കാൻ പോണത്. മലയാള സിനിമയിൽ കണ്ട ഏറ്റവും ധീരനായ നടൻ ആരാണ്? അല്ലെങ്കിൽ ഇന്ത്യൻ സിനിമയിൽ കണ്ട ഏറ്റവും ധീരനായ നടൻ ആരാണ്? നമ്മൾ പറഞ്ഞു കേട്ടിടത്തോളം സത്യമാഷിനെ കുറിച്ച് കേട്ടിട്ടുണ്ട്. ഭയങ്കര ചങ്കുറ്റുള്ള ഭയങ്കര ചങ്കുറ്റുള്ള ആളായിരുന്നു ഒക്കെ പറഞ്ഞു. അപ്പൊ പോലീസായിരുന്നില്ലേ, ഡിവൈഎസ്പിയോ DSP ഒക്കെ ആയിരുന്നു, സർക്കിളാ. സത്യമാഷിനെ കുറിച്ചാണ് നമ്മുടെ ഈ പൂർവ്വകാല ചരിത്രം സിനിമയോടൊക്കെ പറയുമ്പോൾ ഓരോരുത്തർ പഴയ ആൾക്കാരൊക്കെ ഇരുന്ന് പറയും, സത്യമാഷ് അന്ന് അവിടെ അത് ചെയ്തു. ഏതോ ഒരു സെറ്റിൽ വെച്ച് ഉദയായിൽ എവിടെ വെച്ചൊരു വിഷയമുണ്ടായപ്പോൾ ആ റൂം ചാവിട്ടി അങ്ങ് സിനിമയിൽ കാണുന്ന ചാവിട്ടി അങ്ങ് പൊളിച്ചു കളഞ്ഞു പുള്ളി. ഡോറൊക്കെയോ? ഡോർ ഇറങ്ങാൻ വന്നിട്ട് ഇറങ്ങിയില്ല. അപ്പൊ പുള്ളി എന്നിട്ട് ഓരോ ഒറ്റ ചാവിട്ടും റോഡ് 2 വഴിക്ക് പോയെന്ന് പറഞ്ഞു. അങ്ങനെയൊക്കെ ഒരു ഇൻസിഡന്റ് ഞാൻ പറയുന്നില്ല ഇവിടെ, അങ്ങനെ ഒരു സംഭവം ഉണ്ടായിട്ടുണ്ട്. സിനിമയിലെടുത്ത ഏറ്റവും ധീരമായ തീരുമാനം എന്തായിരുന്നു? ധീരം വെച്ചിട്ട് കുറെ കളിക്കുന്നത്. സിനിമയിലെടുത്ത ധീരമായ ഒരു തീരുമാനം എന്തായിരുന്നു? അഭിനയിക്കാൻ തീരുമാനിച്ചത്. അതിനുശേഷം എടുത്ത ധീരമായ തീരുമാനം? പിടിച്ചു നിൽക്കാന്നുള്ള തീരുമാനം. ധീരമായിട്ട് ചെയ്ത ഒരു റോൾ ഏതാണെന്ന് ചെയ്താൽ പറയാം. ധീരമായിട്ട് ഞാൻ അർദ്ധനാരിയിലെ വേഷം, അതെൻ്റെ ധീരത തന്നെയാണ്. കാരണം എനിക്ക് ഒട്ടും പറ്റാത്തൊരു ക്യാരക്ടറാണെന്ന് അതിൻ്റെ കഥ കേട്ടുമ്പോൾ എനിക്ക് ഇങ്ങനെ മനസ്സിൽ കിടന്ന് കളിക്കുക. MG ശ്രീകുമാരേട്ടൻ എന്നോട് വന്ന് വീട്ടിൽ വന്ന് കഥ പറയുന്നത് ഹിജഡ ക്യാരക്ടർക്ക് ഞാൻ എന്നെപ്പോലെ ഒരു മാൻലി ഇമേജ് ഉള്ള ആൾ എങ്ങനെ ചെയ്യും എന്നുള്ളൊരു പേടി. എനിക്ക് അങ്ങനത്തെ ഒരു ഇമേജാണല്ലോ ഈ കണ്ണൂർ വസുവംശവും അല്ലെങ്കിൽ ഇങ്ങനെയുള്ള സിനിമകളൊക്കെ ചെയ്തിട്ടേ. അപ്പോൾ പോയിട്ട് ഞാൻ പോയിട്ട് സ്ത്രീ ആയിട്ട് എന്താ എങ്ങനെയാന്നൊക്കെ പറയുന്നുള്ള സാധനം എങ്ങനെ ചെയ്യുമോ ഒപ്പിക്കുമെന്ന് എനിക്ക് ഭയങ്കര മാനസിക സംഘർഷമായിരുന്നു ചെയ്യുന്നവരെ. അപ്പം ഞാൻ ആദ്യം പുള്ളി ആകെ പറഞ്ഞൊരു കണ്ടീഷൻ, ചേട്ടാ ഇത് കേരളത്തിലെവിടെ ഷൂട്ടിങ് വെക്കുന്നത്? അത് ട്രിവാൻഡ്രത്ത്. ഞാൻ ചേട്ടാ പ്ലീസ് കേരളത്തിൽ ഒരു സ്ഥലത്തും ചേട്ടൻ ഈ പടം ഷൂട്ടിങ് വെക്കത്തില്ലെങ്കിൽ ഞാൻ ചെയ്യാം. ഇതാണ് ഞാൻ ആകെ പറഞ്ഞ കണ്ടീഷൻ. അപ്പോൾ എന്ത് ചെയ്യണം? ഞാൻ ചേട്ടാ തമിഴ്നാട്ടിലോ അല്ലെ കർണാടകത്തിലോ എവിടെയെങ്കിലും കൊണ്ടുവെക്ക്, എനിക്കിവിടെ ഈ വിഷം കെട്ടി നിന്ന് എനിക്കത് ചെയ്യാൻ പാടില്ല. ഒന്നും നമുക്ക് ശരിയാവത്തില്ല. ആളുകൾ എന്തെങ്കിലും കമൻ്റൊക്കെ അടിച്ച് കഴിഞ്ഞാൽ എൻ്റെ ഉള്ള കംപ്ലീറ്റ് ഇതും കൂടെ പോകും, കോൺഫിഡൻസ് പോകും. അതുകൊണ്ട് അപ്പോൾ നമുക്ക് തെങ്കാശി ഷൂട്ടിംഗ് വെക്കാം. അങ്ങനെ കൺഫേം ചെയ്തിട്ടാണ് പടം പോയി ചെയ്തത്. ശരിക്കും പറഞ്ഞാൽ ചങ്കുറ്റം തന്നെയായിരുന്നു ആ സിനിമ ഞാൻ ചെയ്തത്. കാരണം ഭയങ്കര ടഫായിട്ടുള്ള റോളാണ് ഈ ഹിജഡ ക്യാരക്ടർ എന്നൊക്കെ പറയുന്നത്. സ്ത്രൈണം, കംപ്ലീറ്റ്ലി സ്ത്രൈണം. സാരിയൊക്കെ കൊടുത്ത് അടിപ്പാവടയിട്ട് സാരി കൊടുത്ത് എല്ലാം മുടിയും കെട്ടി ഒക്കെ നിൽക്കുന്ന ചില ക്യാരക്ടേഴ്സൊക്കെ ഡിഫറെൻ്റ് ആയിട്ട് ചിന്തിക്കണമെങ്കിൽ അത് മനോജേട്ടനെ കുറിച്ച് വെച്ചാൽ ആലോചിക്കാൻ പറ്റുള്ളൂ. അത് പ്രൂവ് ചെയ്തിട്ടുണ്ട് ഒരുപാട്. അല്ലെങ്കിൽ ഒരു സ്ഥിരമായിട്ട് ഒരു ഫോർമുലയിൽ വരുന്ന ഒരേ കഥാപാത്രങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുക എന്നല്ലാതെ ഇപ്പോൾ പറഞ്ഞ ആനന്ദഭദ്രാണെങ്കിലും ഈ അർദ്ധനാരിയുടെ കഥാപാത്രം, പിന്നെ മമ്മൂക്കയുടെ ഒരു പടം ഉണ്ടല്ലോ, എന്താണ് ദ്രോണ, അതിൽ ഡിഫറെൻറ്റ് ക്യാരക്ടേഴ്സ് അത് അഭിനയിച്ച് ഫലിപ്പിക്കണം. അത് വേറെ ആളായിട്ട് മാറിയിട്ട് അഭിനയിച്ച് ഫലിപ്പിക്കണം. അതിന് വളരെ അപൂർവ നടന്മാരെ ഇവിടെ മലയാളത്തിലുള്ളൂ. താങ്ക് യു സത്യം. ഓക്കെ, അപ്പോൾ ഇതുപോലെ ഞാൻ കുറച്ച് സിനിമകളുടെ പേര് പറയാം. അപ്പോൾ പെട്ടെന്ന് എന്തെങ്കിലും അതിനെക്കുറിച്ച് ഓർമ്മ വരുന്ന കാര്യം എനിക്ക് പറഞ്ഞു തരണം. ഓക്കെ, ആദ്യത്തത് രാജമാണിക്യം. എനിക്കതിൽ ഇഷ്ടപ്പെട്ടൊരു ഡയലോഗ് ഉണ്ട് മമ്മൂക്കയെ കുറിച്ച്. അവനോട് എന്ത് പറഞ്ഞാൽ അപ്പോൾ വരും തള്ളേ പിള്ളേ പിള്ളേ എന്ന് പറഞ്ഞിട്ട് അങ്ങനെ ഡയലോഗ് പറയുന്നില്ലേ? അത് അവന്റെ ഒരു ഓഞ്ഞ കൂളിംഗ് ഗ്ലാസും തള്ളേ പിള്ളേ എന്തിനൊരു തിരുവനന്തപുരം ലാംഗ്വേജും ഈ കാണുന്നല്ല അവൻ, ഈ കാണിക്കുന്നതല്ല അവൻ പറയുന്നുണ്ട്. ആ സിനിമയെ കുറിച്ചാണ്. ആ ഡയലോഗ് എങ്ങനെയായിരുന്നു? അങ്ങനെ എഴുതി വെച്ചിട്ടുണ്ടായിരുന്നു? അല്ല, അത് അങ്ങനെ എഴുതി വെച്ചാണ്, നമ്മൾ കയ്യിൽ നിന്നും ഇട്ടതല്ല. ഓക്കെ, കോട്ടയം കുഞ്ഞച്ചന് ആടുതോമായിലുണ്ടായ ഒരു അപ്പിയറൻസും, പിന്നെ വേറെ നശിച്ചവനെ ഞാൻ നശിപ്പിക്കും ഞാൻ എന്ന് പറയുന്നുണ്ട്. പിന്നെ അമ്മയെ സന്തോഷമായമ്മേ. ബ്രോക്കർ നാരായണൻകുട്ടി എൻ്റെ അടുത്ത് ഒന്ന് പറഞ്ഞപ്പോൾ ഇനി അത് കേട്ടപ്പോൾ എനിക്ക് ഒരുപാട് സന്തോഷമായി എന്ന് പറയുന്നുണ്ട്. സന്തോഷമായമ്മേ, അതൊക്കെ അതിൻ്റെ അത് ഹൈലൈറ്റ് ചെയ്ത് പറയാവുന്ന ഡയലോഗ്സ് ആണ്. ഭയങ്കര രസമായിരുന്നു. എനിക്ക് തോന്നുന്നത് പളനിയിലായിരുന്നു മെയിൻ ഷൂട്ട്. ആ പളനി വലിയൊരു വീടുണ്ടല്ലോ അവിടെ ഷൂട്ട് ചെയ്ത്. ഞങ്ങളെല്ലാവരും പൊള്ളാച്ചിലായിരുന്നു താമസം. നമുക്ക് ഞങ്ങളെല്ലാം ഒരു ഒറ്റ ഹോട്ടലായിരുന്നു. വൈകുന്നേരം ആയി കഴിഞ്ഞാൽ രസമാണ്, കൂട്ടം കൂടി ഞങ്ങളെല്ലാം അവിടെ കോമഡിയൊക്കെ പറഞ്ഞിരിക്കും. അങ്ങനെ ഒരു രസമുള്ള സെറ്റായിരുന്നു രാജമാണിക്യം. അത് ഇത്രയും വലിയ ഹിറ്റാവുമെന്ന് സത്യം പറഞ്ഞാൽ ഞെട്ടിപ്പോയി. കാരണം എന്ന് വെച്ചാൽ ഇത് പലർക്കും, അതിൻ്റെ റൈറ്റർക്കും അതിൻ്റെ മറ്റു പലർക്കും അണിയറ പ്രവർത്തകർക്കും ഈ തിരുവനന്തപുരം സ്ലാങ് വന്നു കഴിഞ്ഞാൽ ഇത് തകർന്നു പോകില്ലേ, ഇത്ര ഇമോഷണൽ ആയിട്ടുള്ള സീനൊക്കെ പറയുമ്പോഴേ നമ്മളില്ലേ എന്നൊക്കെ പറഞ്ഞ് പോകുന്നില്ല തിരുവനന്തപുരം. അതൊക്കെ എഴുതി വെച്ചിരിക്കുന്ന ആ ഒരു ഫീല് മുഴുവൻ നഷ്ടപ്പെടില്ല. ഈ സ്ലാങ്ങിൻ്റെ അകത്ത് വന്നിട്ട് വിഷയമാവില്ല എന്ന് പലർക്കും ഉണ്ട്. പക്ഷെ മമ്മൂക്ക അവിടെ സ്ട്രോങ് ആയിട്ടൊന്നും ഇല്ല, ഇത് ചെയ്താൽ നന്നായിരിക്കും എന്ന് പറഞ്ഞിട്ട് അങ്ങനെ ചെയ്തതാണ്. അപ്പോൾ അതൊക്കെ കേട്ടപ്പോൾ എനിക്കും പേടിയായിരുന്നു, ഇത് ശരിയാവുമോ, കാരണം തിരുവനന്തപുരം സ്ലാങ്. പക്ഷെ അതാണ് അതിനകത്ത് ഏറ്റവും വലിയ ഹൈലൈറ്റ് ആയത്. പിന്നെ അതാണ് ആ പടത്തിൻ്റെ ഹൈലൈറ്റ്. പണ്ട് മമ്മൂക്കയ്ക്ക് ഹോസ്റ്റൽ റൂം കൊടുത്ത ആളല്ലേ? അയ്യോ, അത് ഇൻസ്റ്റിറ്റ്യൂട്ടിൽ പഠിക്കുമ്പോൾ. ആണോ?
ഹോസ്റ്റൽ റൂമിൽ ഞാൻ 86 നിനക്ക് അറിയുമെന്ന് അറിയത്തില്ല, ചിത്രാഞ്ജലി സ്റ്റുഡിയോയുടെ താഴെ ഒരു ഫിലിം ഇൻസ്റ്റിറ്റ്യൂട്ട് തുടങ്ങുന്നു, സദേൺ ഫിലിം ഇൻസ്റ്റിറ്റ്യൂട്ട്. അതെ. ഞാൻ അവിടെ എനിക്കാണ് ഈ സ്കൂൾ കോളേജ് നിനക്ക് നാടകത്തിലൊക്കെ ഉള്ള ഉറപ്പായിട്ട് കാണും. എൻ്റെ ഫാദർ നല്ല ഡ്രാമ ആർട്ടിസ്റ്റ് ആയിരുന്നു. അപ്പോൾ എനിക്ക് അഭിനയിക്കുകയും വേണം, എന്നാൽ പിന്നെ യാതൊരു പിടിപാടും ഇല്ല ഇതിനകത്ത്. അപ്പോൾ ഞാനിങ്ങനെ ട്രിവാൻഡ്രത്ത് ഒരു ഇൻസ്റ്റിറ്റ്യൂട്ട് തുടങ്ങുന്നു പറഞ്ഞു. പൂന ഫിലിം ഇൻസ്റ്റിറ്റ്യൂട്ടൊന്നും കിട്ടില്ല. അപ്പോൾ പിന്നെ ട്രിവാൻഡ്രത്ത് ഇൻസ്റ്റിറ്റ്യൂട്ടിൽ പോയി ചേർന്നു. അങ്ങനെ അവിടെ ഞങ്ങളുടെ ഹോസ്റ്റലുണ്ട് പാച്ചല്ലൂർ. ഇത് തിരുവല്ലത്താണ് ഹോസ്റ്റൽ, അതായത് ചിത്രാഞ്ജലി സ്റ്റുഡിയോയുടെ താഴെ തന്നെ. അതിൻ്റെ ഹോസ്റ്റൽ എന്ന് പറയുന്നത് അവിടെ നിന്ന് 2 കിലോമീറ്റർ അപ്പുറത്തോട്ട് മാറി പാച്ചല്ലൂർ എന്ന സ്ഥലത്താണ്. അപ്പോൾ അവിടെ ഒരു 6-7 റൂമുള്ള ഒരു ബംഗ്ലാവാണ്. അവിടെ ഞങ്ങൾ പിള്ളേർ ആക്ടിങ് സ്റ്റുഡൻസും ഡയറക്ഷൻ പഠിക്കുന്നവരും ഫോട്ടോഗ്രാഫി പഠിക്കുന്നവരൊക്കെ ഉണ്ട്. അപ്പോൾ അങ്ങനെ അവിടെ താമസിക്കുമ്പോൾ ഒരു സുപ്രഭാതത്തിൽ നമ്മുടെ ഹോസ്റ്റൽ വാർഡൻ ഒരാളുണ്ട്, പ്രായമുള്ള ആൾ. പുള്ളി വന്ന് പറയുന്നു, നിങ്ങളെല്ലാവരും വന്ന ഒരു പ്രത്യേക കാര്യം പറയാനുണ്ട്. നാളെ ഇവിടെ മമ്മൂട്ടിയുടെ ഒരു പടം കരിയിലക്കാറ്റ് പോലെ എന്ന് പറഞ്ഞ പടത്തിൻ്റെ ഷൂട്ടിങ്ങിന് മമ്മൂട്ടി വരുന്നുണ്ട്, വേണു മറ്റേ പത്മരാജൻ സാറിൻ്റെ പടം. അപ്പം നിങ്ങൾ അതും പറഞ്ഞിട്ട് ഇവിടെ നിൽക്കരുതെന്ന് അവർ പ്രത്യേകം പറഞ്ഞു. നിങ്ങൾ പഠിക്കാൻ പൊക്കോണം, അല്ലെ മമ്മൂട്ടി വരുമെന്ന് പറഞ്ഞിട്ട് അവിടെ കയറി നിൽക്കരുത്. അപ്പോൾ അവരത് പ്രത്യേകം പറയുമ്പോൾ അതൊരിച്ചിരി ക്രൂരമായി പോയല്ലോ എന്ന് ആലോചിച്ചാൽ, മമ്മൂക്ക നമ്മൾ താമസിക്കുന്നിടത്ത് വരുവാണ്. അങ്ങനെ ഈ ഞങ്ങൾ ഓർത്തടാ നമുക്ക് ഇവർ സ്ട്രിക്റ്റായിട്ട് പറഞ്ഞില്ല, നമുക്കൊന്ന് അങ്ങോട്ട് പോകല്ലേ, ഇൻസ്റ്റിറ്റ്യൂട്ടിലേക്ക് പോകല്ലേ എന്ന് പറഞ്ഞിട്ട് പോയിട്ട് ഞങ്ങളെ മനസ്സ് നിൽക്കുമോ. ഞങ്ങൾ അവിടെ ചെന്ന് 1 മണിക്കൂർ കഴിയുമ്പോൾ ചെല്ലാടെ ചാടി ഇവിടെ വന്നപ്പോൾ നമുക്ക് ഇരിപ്പുണ്ട്. അപ്പം ഞാനും എൻ്റെ 2 ഫ്രണ്ട്സും കിടക്കുന്ന റൂമിലാണ് അതിൻ്റെ അകത്ത് ഒരു മേജർ സീൻ എടുത്തുകൊണ്ടിരിക്കുന്നത്. ശ്രീപ്രിയ കാണാൻ വരുന്നതും നമുക്കായിട്ട് ഒരു ഇഷ്യൂ ഉണ്ടായി അവിടെ നിന്ന് പോകുന്നതൊക്കെ ഞാൻ കിടന്ന റൂമിൽ നിന്നാണ്. അപ്പോൾ ഞങ്ങളവിടെ ചെന്ന് തടി തപ്പി നിന്നിട്ട് നമുക്ക് ഇങ്ങനെ കൂട്ടം കൂടി ഞങ്ങളെല്ലാം ചുറ്റും നിന്നു. നമുക്ക് എടുക്കുക. അപ്പം നമുക്കന്ന് ഈ ബീഡി വലിക്കുന്ന ഒരു കാര്യം, ബീഡിയും വലിക്കും, റോത്മാൻസും വലിക്കും, ബീഡിയും വലിക്കും. ബീഡി ഇങ്ങനെ വെച്ചപ്പോഴത്തേക്കും ഞങ്ങളെല്ലാം ഇങ്ങനെ മമ്മൂട്ടി എന്നാ ഗ്ലാമറയില്ലടാ, മമ്മൂട്ടി ഇങ്ങനെ ഇരിക്കുക, ഭയങ്കര രസമല്ലേ. പുള്ളിക്ക് ഇങ്ങനെ തീപ്പെട്ടി അന്വേഷിക്കുന്നുണ്ട്. അപ്പോൾ ഞങ്ങളെല്ലാവരും നിൽക്കുക, ആരുടെ തീപ്പെട്ടി ഉണ്ടോ എന്ന് ചോദിച്ചു. ഉടനെ ഒരുത്തൻ പെട്ടെന്ന് ഞാനുടനെ എൻ്റെ കയ്യിലുണ്ട്, ഞാൻ എടുത്ത് കൊടുക്കാൻ തുടങ്ങുന്നതിന് മുമ്പ് വേറെ എടുത്ത് കൊടുത്തു. അവനോട് എനിക്കിതുപോലെ കലിപ്പുണ്ടായിട്ടില്ല, ഞാൻ അങ്ങനെയെങ്കിലും ഒന്ന് കൊടുക്കാം എന്നുള്ള ഇത്. അങ്ങനെ അവൻ കയറി കൊടുത്തു. നമുക്ക് നിങ്ങളെന്താ ആക്ടിങ് എന്താ പഠിക്കുന്നത്? ആക്ടിങ് സ്റ്റുഡൻസ് ആണ് സാർ. ഓക്കെ കൊള്ളാം, അപ്പോൾ ഓൾ ദ ബെസ്റ്റ്. ഷൂട്ടിന് വിളിക്കുന്നത് എന്ന് പറഞ്ഞപ്പോൾ അങ്ങ് പോയി. അങ്ങനെ ഒരു വൈകുന്നേരം മുഴുവൻ ഞങ്ങളുടെ ഹോസ്റ്റലിൽ മമ്മൂക്ക. അങ്ങനെ ഒരു ചരിത്രമുണ്ട്. മമ്മൂക്കയോട് പറഞ്ഞായിരുന്നു ഇത്? മമ്മൂക്കയോട് പറഞ്ഞിട്ടുണ്ട്, പിൽക്കാലത്ത് എപ്പോഴും പറഞ്ഞിട്ടുണ്ട്. ചെപ്പടി വിദ്യ ഓർമ്മ വരുന്ന ആദ്യം ഓർമ്മ കുറച്ച് വിഷമമുള്ള കാര്യം. അത് വേണ്ട. അതിന്റെ ക്ലൈമാക്സ് ഒക്കെ രണ്ടാമത് ഒരുപാട് മാറ്റിയിട്ടുണ്ടായിരുന്നു. അത് ക്ലൈമാക്സ് കുറച്ച് മാറ്റേണ്ടി വന്നു. അപ്പോൾ അതുകൊണ്ട് മാറ്റിയതാണ്. കാരണം അത് മൊത്തം പടം റിലീസായപ്പം മൊത്തം ട്രാജഡി ആയിപ്പോയി പടം. പക്ഷേ ക്ലൈമാക്സ് ആദ്യം അങ്ങനെ ആയിരുന്നില്ല, കുറച്ചൊരു ഒരുമിക്കുന്നൊരു സംഭവം ഉണ്ടായിരുന്നു. പക്ഷെ വേറെ രീതിയിലേക്ക് ആ പടം മാറ്റി, അതങ്ങനെ പോയി. ആ ചെപ്പടി വിദ്യ വേറെ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു സെൻട്രൽ ക്യാരക്ടർ, ഒരു ഹീറോ എന്ന പോലെ എസ്റ്റാബ്ലിഷ്ഡ് ആർട്ടിസ്റ്റുകളുടെ കൂടെ, അതായത് സിദ്ദിഖ്, ശ്രീനിവാസൻ, അമ്പിളിച്ചേട്ടൻ, പ്രേംകുമാർ, ഇങ്ങനെ എല്ലാവരുടെയും കൂടെ ഒരു സെൻട്രൽ ക്യാരക്ടർ ആദ്യമായിട്ട് ചെയ്യുക എന്ന് പറയുന്ന ഒരു കമേഴ്ഷ്യൽ ഫിലിമിലേക്കുള്ള ഒരു എൻട്രി എന്ന് വേണമെങ്കിൽ ഹീറോ ആയിട്ട് പറയാം. അങ്ങനെ എനിക്ക് ചെപ്പടി ഓർമ്മ വരുന്നുണ്ട്. പിന്നെ നല്ല പാട്ടുകളുണ്ട് അതിനകത്ത് അഭിനയിക്കാനുള്ള. പിന്നെ ചെപ്പടി വിദ്യയും ധീരനുമായിട്ട് ചെറിയൊരു സാമ്യമുണ്ട്. ആണോ? അല്ല, എനിക്ക് അറിയാത്തോണ്ട് വെച്ചാണ്. അങ്ങനെയല്ല, കഥാപാത്രങ്ങളുടെ സാമ്യമല്ല, അങ്ങനെയൊക്കെ പറയുന്ന ഒരു ചെറിയൊരു സംഭവം. ആ സിനിമയിൽ എനിക്ക് ഭയങ്കര നിഷ്കളങ്കനായ ഒരു കള്ളനായിട്ടാണ് നിങ്ങളെ തോന്നിയത്, അല്ലേ? അത് കള്ളനല്ലല്ലോ, അത് ശ്രീനിവാസനോടുള്ള ആരാധന മൂത്തിട്ട് അദ്ദേഹത്തിനോട് ജോലി ചെയ്യാൻ വേണ്ടി ഇഷ്ടപ്പെടുകയാണ്. അദ്ദേഹത്തിന് കള്ളനായിപ്പോയി, അതാണ് കാര്യം. മനോട്ടാ, അസുരവംശം ഇത് ഷാജി കൈലാസിന്റെ അതുവരെ ചെയ്തുകൊണ്ടിരുന്ന ഈ മഹാത്മാ, സുരേഷ് ഗോപിയുടെ മഹാത്മാ, അങ്ങനെയുള്ള ആ കാറ്റഗറി പടങ്ങൾ ചെയ്ത് വന്ന് ഒരു ഡാർക്ക് ഷെയ്ഡിലുള്ള ഒരു സിനിമ, അത് പാളയം മാർക്കറ്റും പാളയം മുരുകൻ്റെ ഫ്രണ്ട് ദോസ്തും ഒക്കെ ആയിട്ടുള്ള ഒരു ഡാർക്ക് ഇതിൽ ഷെയ്ഡിലുള്ളൊരു പടമായിരുന്നു. അതിൻ്റെ ക്യാമറ വർക്കും അതുപോലെ തന്നെയായിരുന്നു. അന്നത്തെ ഏറ്റവും വലിയൊരു ക്യാമറമാനായിരുന്നു, പേര് പറഞ്ഞല്ലോ, മണികണ്ഠൻ. പിന്നെ ഷാറൂഖ് ഖാൻ വരെ വെയിറ്റ് ചെയ്യുന്ന അവസ്ഥയിലേക്ക് എത്തി. ഓം ശാന്തി ഓമൊക്കെ ചെയ്ത ക്യാമറമാൻ. അതൊക്കെ ചെയ്ത ആളാണ്. അപ്പം അന്ന് മണികണ്ഠൻ തുടക്കമാണ്. മാറി നിൽക്കുക. അപ്പോൾ ഷാജി കൈലാസ് ഞങ്ങളൊക്കെ പിടിച്ചടിപ്പിച്ചേ, ഇനി വാ മണി വാ ഇവിടെ നിൽക്കുന്നൊക്കെ പറഞ്ഞിട്ട്. അന്ന് ബിജുമേനു തന്നെ കേട്ടോ, അവൻ ഭയങ്കര ഷൈ ആണ്. അവൻ നമ്മുടെ നിൽക്കുന്നിടത്തേക്ക് വരത്തില്ല, അവൻ മാറി നിൽക്കുക. അവന് അവൻ്റെതായ വേറെ ചില കമ്പനികളൊക്കെ, അവൻ രാത്രിയായി കഴിഞ്ഞാൽ അവന് വേറെ കമ്പനികളും കാര്യങ്ങളൊക്കെ നമ്മുടെ കൂടെ കൂടത്തില്ല. അപ്പോൾ അങ്ങനെ ഒരു കാലം ഉണ്ടായിരുന്നു ബിജു. അപ്പോൾ അത്ര ഓർമ്മകളൊക്കെ ഓടി വരികയാണ്. എനിക്ക് ഒരു ടെറിഫിക് ക്യാരക്ടറാണ് എൻ്റെ പാളയം മുരുകൻ. അതിനകത്ത് ഡയലോഗൊക്കെ ഫേമസാണ്. ഇതിലും വലിയ വെള്ളിയാഴ്ച വന്നിട്ട് വാപ്പ പള്ളി പോയിട്ടില്ല, അത് വിട്, നീ അടുത്ത കാര്യം പറ എന്ന് പറയുന്നുണ്ട്.
എന്നൊക്കെ പറഞ്ഞു. അങ്ങാടിയിൽ അത് രഞ്ജിയുടെ ഡയലോഗില്ല, ഇപ്പൊ കിടിലമായിരിക്കും. എനിക്ക് അതിന്റെ പേരെഴുതി ഇങ്ങനെ തീയിലിങ്ങനെ റൗണ്ട് അതിന്റെ താഴെ ഇങ്ങനെ അസുരവംശം എന്ന് എഴുതിയല്ലേ? അസുരവംശം. അത് തന്നെ. സോഷ്യൽ മീഡിയ കുറെ കാലമായിട്ട് ചർച്ച ചെയ്യുന്നൊരു കാര്യമുണ്ട്. 6-ാം തമ്പുരാൻ നിങ്ങളെ വെച്ച് പ്ലാൻ ചെയ്തായിരുന്നു? അതിന്റെ എനിക്കറിയില്ല, അത് ഈയിടയ്ക്ക് ഇവരൊക്കെ പറയുമ്പോഴേ അറിയുന്നത്. ദൈവത്തിനാണ് എനിക്കറിയില്ല. അല്ലല്ല, അസുരവംശം കഴിഞ്ഞ അവിടെ ഹാപ്പി ആയിട്ട് വരും. പ്രത്യേകിച്ച് ക്ലൈമാക്സ് ഒക്കെ എടുത്തിട്ട് ഷാജി ഗിലാസ് ഒക്കെ എന്നെ ഒന്ന് ഹഗ് ചെയ്ത് കെട്ടിപ്പിടിച്ച് രഞ്ജിയൊക്കെ ഒന്ന് ഹഗ് ചെയ്ത് ഭയങ്കര ഡബിങ്ങിന് സമയത്ത് രഞ്ജി ഡബ് ചെയ്ത് കഴിഞ്ഞപ്പോഴും രഞ്ജിക്ക് ഭയങ്കരമായി എന്നെ അപ്രീഷിയേറ്റ് ചെയ്തൊക്കെ സംസാരിച്ച് ഞങ്ങൾ ഭയങ്കര ഹാപ്പി ആയിട്ട് പിരിഞ്ഞ പടമാണ്. അപ്പോൾ നോർമലി അങ്ങനെ ഒരു സിനിമയിൽ നിന്ന് പിരിയുമ്പോൾ ഇവർ ഇതേ ടീം തന്നെ എന്നാൽ പിന്നെ മനോജ് കെ ഇതിനെ വെച്ച് അടുത്തതും പോവാം എന്നുള്ള ഇതിലേക്ക് പോയി കാണും. ഇതൊന്നും എനിക്കറിയില്ല. ഒന്നാമത് എൻ്റെ പേഴ്സണലി ഒരു സ്വഭാവം വെച്ച് ഞാൻ ഇതിൻ്റെ പുറകെ പോകാറില്ല. പിന്നെ അവരെ കടന്ന് വിളിക്കുക, അടുത്ത പടം എന്തായി, അല്ലെങ്കിൽ അടുത്ത ക്യാരക്ടർ ഉടനെ ഞാനുണ്ടോ അതിൽ, ഇങ്ങനെയുള്ള ചോദ്യങ്ങളൊന്നും ലൈഫിൽ ഇന്നും വരില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ എനിക്കത് അറിയത്തുമില്ല. ഇതിങ്ങനെ നടന്നിരിക്കുന്നു അവിടെ ഒരു ഡിസ്കഷൻ. അത് 6-ാം തമ്പുരാൻ എന്ന് പറഞ്ഞാൽ സിനിമ ആയിരിക്കാം. ഇതൊക്കെ എനിക്ക് അറിയില്ലെന്നുള്ളതാണ് സത്യം. ഈയിടെ മണിയമ്പള രാജു ഇത് പറയുമ്പോഴാണ് അറിയുന്നത് ഇങ്ങനൊരു ക്യാരക്ടറും സിനിമയും പുള്ളി യാദൃശ്യവശാൽ മദ്രാസ് വെച്ച് കേൾക്കാനിടയിൽ. അപ്പോൾ ഇവർ അസുരവംശം കഴിഞ്ഞ് ഇമ്മീഡിയറ്റ് ഇത് പ്ലാൻ ചെയ്യാം എന്നെ വെച്ച് തന്നെ. ബിജുമേനോ ഉണ്ടെന്ന് തോന്നുന്നു. അപ്പോൾ അങ്ങനെ മണിയമ്പള രാജു പറഞ്ഞു, ഇത് ലാലിനെ പോലെ ആളൊക്കെ ചെയ്താൽ വേറൊരു ലെവലിലേക്ക് മാറും, നമുക്ക് അങ്ങനെ ഒന്ന് ആലോചിച്ചുകൂടെ, അങ്ങനെ പുള്ളി തന്നെ പറഞ്ഞെന്ന്. അപ്പോൾ അങ്ങനെ ഷാജിക്ക് എന്നാൽ പിന്നെ ഡാലിൻ്റെ ഡേറ്റ് കിട്ടുമോ, ഉടനെ കിട്ടുമോ എന്നൊക്കെ ചോദിച്ചാൽ അങ്ങനെ അത് ഞാൻ അറേഞ്ച് ചെയ്യാമെന്ന് വെച്ചിട്ട് മേനക സുരേഷ് കുമാറിനെ കാണുകയും അങ്ങനെ അവർ തമ്മിൽ ഡിസ്കസ് ചെയ്ത് ഈ സാധനം അങ്ങോട്ട് മാറി എന്നുള്ളതാണ് കഥ. ഇതൊന്നും അറിയാത്ത ഇപ്പോഴാണ് അറിയുന്നത് അല്ലേ? ഈ ഇടയ്ക്കാണ് ഞാൻ അറിയുന്നത്. അതാണ് ഇതിനകത്ത് ഏറ്റവും വലിയ കോമഡി. പക്ഷെ അത് പലരും അതിൻ്റെ താഴെയൊക്കെ കമൻസ് ഒക്കെ എഴുതിയിട്ടുണ്ട്. ഇത് മനോജ് കെ ചെയ്തിരുന്നെങ്കിൽ പൊളിഞ്ഞു പാളീസായി പോയതിന് അങ്ങനെ അത് പലതൊക്കെ പറയുന്നുണ്ട്. അല്ല അതല്ല, അത് ലാലേട്ടൻ ചെയ്യുന്ന ക്യാരക്ടറാണ്. ഇപ്പൊ ചമയത്തിലെ കഥാപാത്രം ഇതുപോലെ ലാലേട്ടനെയും തിലകൻ ചേട്ടനെ വെച്ച സിനിമയാണ്. തിലകൻ ചേട്ടനും ലാലേട്ടനായിരുന്നു, മുരളിയേട്ടനും എനിക്കും പകരം. അത് അന്നത്തെ അവരുടെ ഡേറ്റ് വിഷയം കാരണം മാറിപ്പോയതാണ്. അങ്ങനെ മാറ്റിയിട്ട് മുരളിയും എന്നെ വെച്ച് ചെയ്തു. അതുകൊണ്ട് ഇപ്പോൾ ചമയത്തിൽ ഞാൻ മോശമായെന്ന് ദൂരം ആരും പറഞ്ഞിട്ടില്ല. അത് ഈ ഒരു കാര്യം ഇത്രയും വലിയ ഹിറ്റായതുകൊണ്ട് മാത്രം ഉടനെ ഒരു കമ്പാരിസൺ വന്നിട്ട് അതെങ്ങനെ ഇങ്ങനെയെന്നൊക്കെ ആലോചിച്ചിട്ട് പറയുന്നത്. ഇപ്പം ഞാനത് ചെയ്യുന്ന 6-ാം തമ്പുരാൻ ചെയ്തിരുന്നത് എൻ്റെതായ ഒരു ചെറിയ സിനിമയായിട്ട് അതങ്ങ് പോയാൽ അത്രേ ഉള്ളൂ. ഈ കമ്പാരിസൺ വരുമ്പോഴാണ് വിഷയം. അതാണ് ഞാൻ ചമയത്തിന്റെ കാര്യം എടുത്തു പറഞ്ഞത്. ചമയത്തിലെ പാട്ട് എങ്ങനെ ഷൂട്ട് ചെയ്തു? അന്തിക്കടപ്പുറത്തിന്റെ ലാസ്റ്റ് പോർഷൻ ഇല്ലേ? അതെ. അതെങ്ങനെ അത്രയും സമയം പിടിച്ചിരുന്നു രണ്ടുപേരും കൂടിയിട്ട് പാടി 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 പാടി? അല്ല, ഈ ഭരതേട്ടൻ്റെ ഒരു രീതി എന്ന് വെച്ചാൽ ഒറ്റ ഷോട്ടിൽ എടുക്കും. പുള്ളിയൊന്നും അഡ്ജസ്റ്റ്മെന്റ്, ഈ കട്ട് ഷോട്ടും പരിപാടിയൊന്നുമില്ല. അപ്പോൾ ഈ ബീച്ചല്ലേ, ബീച്ച് ആകുമ്പോഴത്തേക്ക് ഇതിങ്ങനെ നമ്മൾ ചാടിത്തുള്ളുമല്ലോ. ഈ ചാടിത്തുള്ളുമ്പോൾ ഇതിങ്ങനെ തിരമാല വന്നിട്ട് ഈ മണ്ണങ്ങ് താഴുമല്ലോ. മണ്ണ് താഴുമ്പോൾ നമുക്ക് ചോടുറയ്ക്കുന്നില്ല. നമ്മൾ അതിൻ്റെ കൂടെ വന്നിട്ടാണ് ഇത്രയും ഈ ചാട്ടവും ഡാൻസും ഒക്കെ ആയിട്ട് ഇതിന് പാടുകയും വേണം. അങ്ങനെ 2-3 ഷോട്ട് എടുത്തു, ഫുൾ ലെങ്ത് ഷോട്ട് എടുത്തു. അപ്പോഴത്തേക്ക് ഞാൻ ശരിക്കും പറഞ്ഞാൽ തളർന്നുപോയി, എൻ്റെ കാലങ്ങ് തളർന്നുപോയി. കാരണം 2-3 റിഹേഴ്സലും ടേക്ക് ആയപ്പം അവസാനം ഞാൻ ലാസ്റ്റ് ടേക്കിൽ ഞാൻ ഓക്കെ ആയി, ഞാനങ്ങ് വീണ അക്ഷരാർത്ഥത്തിൽ വീണു. കാരണം കാലനങ്ങാൻ പറ്റുന്നില്ല, പൊങ്ങുന്നില്ല, കാലം നിലത്ത് കുത്താൻ പറ്റുന്നില്ല. അവസാനം എന്നെ എടുത്തുകൊണ്ട് ലൊക്കേഷനിലൊരു വീടുണ്ട്, അവിടെ കൊണ്ട് കിടത്തിയിട്ട് പിന്നെ കുറേ നേരം കഴിഞ്ഞിട്ട് ഞാൻ വന്ന് വർക്ക് ചെയ്തത്. നന്ദനം ഡബ് ചെയ്ത് പടം. നന്ദനം ഡബ് ചെയ്യുന്ന ആരും ആദ്യം പറഞ്ഞായിരുന്നോ? ഇല്ല, ഞാനതിൽ അഭിനയിച്ചല്ലോ. അവസാനത്ത് അഭിനയിക്കാണ് എന്നെ ആദ്യം വിളിക്കുന്നത്. ആ സീൻ അഭിനയിക്കാനായിട്ട് ഉണ്ണികൃഷ്ണനായിട്ട് വന്നിട്ട് അഭിനയിക്കാനുള്ള ചെറിയൊരു ഗസ്റ്റ് റോൾ പോലെ അവസാനം ചെയ്യാനുള്ള. അപ്പോൾ അത് ഡബ് ചെയ്യാൻ വേണ്ടി ഞാൻ ട്രിവാൻഡ്രത്ത് പോയതാണ്, ചിത്രാഞ്ജലിയിൽ. അപ്പോൾ എൻ്റെ ഡബ്ബിങ് കഴിഞ്ഞപ്പോഴും എന്നെ അവർ വിടുന്നില്ല അവിടെ നിന്ന്. കാരണം അവർ ഡിസ്കഷൻ നടന്നുകൊണ്ടിരിക്കുക അങ്ങനെ. കാരണം രഞ്ജേട്ടനും മറ്റേ നമ്മുടെ അസോസിയേറ്റും തമ്മിൽ, പപ്പേട്ടനും തമ്മിൽ ഈ കൃഷ്ണൻ്റെ വോയിസും കൂടെ ഒന്ന്, രഞ്ജേട്ടൻ അവിടെ ഇല്ലേ, പുള്ളി ചെന്നൈയിലാണ്, ഫോൺ വഴിയാണ് ഡിസ്കഷൻ നടക്കുന്നത് പ്രോഗ്രാമിൽ. എന്നാൽ പിന്നെ അതൊന്ന് ഒരു സീൻ എന്തോ സുധീഷിനെ കൊണ്ട് ചെയ്യിപ്പിക്കാമെന്നോ അങ്ങനെ എന്തോ ഒന്ന് അവസാനം ഫൈനലിൽ എത്തി. അങ്ങനെ ഒരു സീൻ കഴിഞ്ഞ ഉടനെ എനിക്കൊന്ന് പപ്പേട്ടൻ അത് ഓക്കെ എന്ന് തോന്നുന്നു, അസോസിയേറ്റ്. പിന്നെ കംപ്ലീറ്റ് ത്രൂ ഔട്ടായിട്ട് അത് ചെയ്യിച്ചു. എനിക്ക് ഭയങ്കര ഡിഫറെൻറ്റ് എക്സ്പീരിയൻസ് ആയിരുന്നു. കാരണം വേറൊരാൾക്ക് വേണ്ടി ചെയ്യാന്ന് പറയുമ്പോൾ നമ്മൾ നമ്മൾ ധൈര്യമായിട്ട് വേറൊരു മോഡുലേഷൻ കൊടുക്കാം, വേറെ കഥാപാത്രമായിട്ട് മാറാം. അപ്പോൾ അങ്ങനെയൊക്കെ ഒരു രസമായിട്ട് തോന്നി. അന്നത് ആർക്കും അധികം മനസ്സിലായിട്ടില്ലെന്ന് തോന്നല്ലേ? ഇല്ല, അന്ന് പലർക്കും മനസ്സിലായിട്ടില്ല. ഇപ്പോഴാണ് ഇത് ഭയങ്കര അതെ ഇപ്പോഴാണ് ഈ പറഞ്ഞ പോലെ എല്ലാം സോഷ്യൽ മീഡിയയ്ക്ക് ഉള്ളതുകൊണ്ട് കൂടുതലായിട്ടും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വരുന്നത്. മാസ്റ്റേഴ്സിൽ ശശികുമാറിന്റെ ഡബ് അത് ഞാൻ എങ്ങനെ ശശികുമാർ ഡബ് ചെയ്യാൻ എന്നെ വിളിച്ചു.
ജോണി ആന്റണിയുടെ സംവിധാനം. അതിനെ പിന്നെ കൃഷ്ണന് പിന്നെ ഓക്കെ ആൾ സോഫ്റ്റ് ആയിട്ടുള്ള കഥാപാത്രമാണ്, ഭയങ്കര രസമുള്ള കാര്യമാണ്. ഇത് അത്രയും ബോൾഡായിട്ടുള്ള കഥാപാത്രം ശശികുമാർ മാസ്റ്റേഴ്സ്. അപ്പം ഞാൻ പോയപ്പോൾ തന്നെ പക്ഷെ അതൊരു എന്താ പറയുക, ഒരു വെല്ലുവിളിയായിട്ട് സ്വീകരിക്കാൻ ഞാൻ തീരുമാനിച്ചു. ഒരു വേറെ ടൈപ്പ് ചെയ്യാം, ഒരു ബേസൊക്കെ ഇട്ട് നമുക്ക് അങ്ങനെ ചെയ്യാൻ പറ്റൂലല്ലോ. സോ അങ്ങനത്തെ കഥാപാത്രങ്ങൾ നമുക്ക് കിട്ടാറുമില്ല ഡിഫറെൻ്റ് ആയിട്ട്. അപ്പോൾ ഇതെങ്ങനെ ചെയ്യാമെന്നൊക്കെ വിചാരിച്ചു. അപ്പം ജോണി ആന്റണിയും പറഞ്ഞു അതുപോലെ ചെയ്തു നോക്കാൻ പറഞ്ഞു. ഇതുപോലെ തന്നെ വളരെ ടഫായിട്ടൊരു സീനാണ് ആദ്യം തന്നെ ഡബ് ചെയ്യാൻ വേണ്ടി തന്നത്. അപ്പോൾ ആ ഒരു സീൻ കഴിഞ്ഞ് ഡബ്ബിങ് കഴിഞ്ഞ് ഉടനെ തന്നെ ഈ പറഞ്ഞ പോലെ എന്തൊക്കെയോ ആരൊക്കെയോ ഡിസ്കഷൻ ഉണ്ടായിരുന്നു. 10-15 മിനിറ്റ് ഞാൻ അവിടെ പോയി ഇരുന്നു. ഞാൻ നേരത്തെ പറഞ്ഞു, അതായത് എന്തെങ്കിലും കുഴപ്പമുണ്ടെങ്കിൽ എന്നോട് ധൈര്യമായിട്ട് പറഞ്ഞോളൂ, എനിക്ക് ഒരു കുഴപ്പമില്ല, എന്നെ വിളിച്ചാണല്ലോ, ഇപ്പോൾ മോശമാണോ അല്ലെങ്കിൽ താല്പര്യപ്പെട്ടില്ല എന്ന് തോന്നിക്കഴിഞ്ഞാൽ ഞാൻ പോയിക്കോളാം, എനിക്കൊരു വിഷയമല്ല എന്ന് പറഞ്ഞു. പക്ഷേ ഈ പറഞ്ഞ പോലെ 10-15 മിനിറ്റ്, കാരണം എനിക്ക് മനസ്സിലായത് പിന്നീട് ഏറ്റവും ടഫുള്ള സീനാണ് തന്നത് ആദ്യം തന്നെ. അപ്പോൾ അത് തന്നെ അവരെ ഏകദേശം ഓക്കെ ആയിരുന്നു. അപ്പം പിന്നെ അത് അങ്ങോട്ട് പിടിച്ചു പോയി. അതാണ് മനോജ് ചേട്ടാ. മല്ലു സിംഗ് ഏറ്റവും നല്ല സന്തോഷം എന്ന് പറയുന്നത് പട്ടിയാല പഞ്ചാബിലൊന്ന് പോകാൻ പറ്റി. പഞ്ചാബിൽ പറഞ്ഞു കേട്ടിട്ടുള്ളൂ. പഞ്ചാബ് ആ ബോർഡർ, വാഗ ബോർഡർ ഒക്കെ കാണാൻ പോയതൊക്കെ നല്ല ഓർമ്മയായിരുന്നു. പിന്നെ 40 ദിവസം ഈ പറഞ്ഞ അടിച്ചുപൊളി നമ്മുടെ ഈ ധീരൻ്റെ അതേ സെറ്റപ്പ് ആയിരുന്നു കേട്ടോ. ചീരി അങ്ങോട്ടും ഇങ്ങോട്ടും കൊല്ല തന്നെ. ഞാനും ബിജുമേനും ഒക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും ഇരുന്നിട്ട് കളിയാക്കലും വിഷയം ചാക്കോച്ചനുണ്ടല്ലോ, സുരാജും ഉണ്ട്. ഭയങ്കര രസമായിരുന്നു, ഭയങ്കര രസമുള്ള സെറ്റായിരുന്നു. നല്ല ക്യാരക്ടറൊക്കെ ആയിരുന്നു, നല്ല എല്ലാവരും ഹ്യൂമറസ് ക്യാരക്ടറും. ചാക്കോച്ചൻ മാത്രം അങ്ങനെ ഒരു ഹ്യൂമറസ് അല്ലല്ലേ. ഉണ്ണിമൂന്നൻ പക്ക ടഫ് ഒരു ഹീറോ, അങ്ങനത്തെ ഒരു സാധനം. അവൻ്റെ ഉണ്ണിയുടെ ഒരു ആദ്യത്തെ ബ്രേക്കാണല്ലോ. ഉണ്ണി അവിടെ ട്രോൾ ചെയ്യുക എന്നുള്ളതാണ് മെയിൻ പരിപാടി. അവൻ ഈ പാവമായതുകൊണ്ട് അവനായിട്ട് മാക്സിമം അന്ന് അവൻ അങ്ങനെയാണ് ഒരു അഹമ്മദാബാദിൽ നിന്നൊക്കെ വന്നിട്ടുള്ള ആ ഒരു സാധനം. അങ്ങനെ മലയാളം പോലും അവന് ശരിക്കും അറിയില്ല, പല മലയാള വാക്കുകളും അവൻ അറിയില്ല. അതൊക്കെ പറഞ്ഞ് അവൻ ഒരുപാട് പറ്റിച്ചിട്ടുണ്ട്. ഇപ്പോൾ ഉണ്ണിയുടെ പരിപാടി ഒന്നും നടക്കില്ല. അപ്പം അങ്ങനെയുള്ള ഒരുപാട് നല്ല ഓർമ്മകളുള്ള ഒരു 40 ദിവസം ഞങ്ങളവിടെ തകർത്തു പട്ടിയാലയിൽ. അവിടെ പോയി പഞ്ചാബി ഫലിതങ്ങൾ വല്ലതും അടിച്ചാ? ഉണ്ട്. ഒരു ദിവസം ഞാനും ചാക്കോച്ചനോട് ലൊക്കേഷനിൽ നിന്ന് റൂമിലേക്ക് പോകുമ്പം ചാക്കോച്ചൻ പെട്ടെന്ന് ഒരു ട്രാഫിക് ബ്ലോക്ക് വന്നപ്പോഴത്തേക്കും ഫ്രണ്ടിലൊരു ബുള്ളറ്റ് നിൽക്കുന്നു. അപ്പോൾ എന്നെ ചാക്കോച്ചൻ കാണിച്ചു, മനോജ് അതൊന്ന് വായിച്ചേ എന്ന് വെച്ചാൽ ഞാൻ നോക്കുമ്പോൾ ലെഫ്റ്റ് ഹാൻഡ് ഡ്രൈവ് വന്ന് ബൈക്കിൻ്റെ പുറകെ എഴുതി വെച്ചിരിക്കുന്നു. അതെന്തിനാ ഞാൻ ഒരു പിടി നടന്ന ബൈക്കിനെന്ത് ലെഫ്റ്റ് ഹാൻഡ് ഡ്രൈവ് എഴുതി വെക്കേണ്ട ആവശ്യം എന്താ? ചിലപ്പോൾ നല്ലൊരു സ്റ്റിക്കർ കിട്ടിയ പൊട്ടിച്ചായിരിക്കും. സുധീഷ് ഏട്ടാ, യമുന റാണിയെ കാണാൻ പോയ പടം ശ്രീകൃഷ്ണപുരത്ത് നക്ഷത്രത്തിളക്കം. നഗ്മയുടെ ഫാനായിരുന്നോ? നഗ്മയുടെ ഫാനായിരുന്നു. കുറേ തമിഴ് പടങ്ങളൊക്കെ കണ്ടിട്ട് ഇഷ്ടമായിരുന്നു. അപ്പോൾ അവരോട് അഭിനയിക്കാൻ പറ്റി. പിന്നെ അതിൽ രസം എന്താ വെച്ച് കഴിഞ്ഞാൽ അത് ഷൂട്ടിംഗ് തുടങ്ങുന്നതിന് മുമ്പ് അറിഞ്ഞിരുന്നു, മറ്റേ ഭാമാ വിജയം എന്ന് പറഞ്ഞ തമിഴ് പടത്തിൻ്റെ റീമേക്കാണ് സംഭവം. ഞാൻ ഇങ്ങനെ അറിഞ്ഞു ഇങ്ങനെയാണ് ചെയ്യാൻ പോണത് കാര്യം. അപ്പം ഞാൻ ഈ ഭാമാ വിജയം എടുത്ത് കണ്ടു ഈ സിനിമ തമിഴ് പടം. അപ്പം അതിൽ നോക്കിയപ്പോൾ ഈ 3 ബ്രദേഴ്സേ ഉള്ളൂ. 3 ബ്രദേഴ്സും 3 ഭാര്യമാരും. അപ്പം ഇവിടെ നോക്കിയപ്പോൾ 4 ബ്രദേഴ്സ് ഉണ്ട് ശ്രീകൃഷ്ണപുരത്ത്. അപ്പം ചോദിക്കാനും പറ്റൂല എന്താണെന്നുള്ള കാര്യം. അപ്പോൾ അവിടെ എത്തിയപ്പോഴാണ് എനിക്ക് മനസ്സിലായത് ഈ 4ാമത്തെ ആള് പുതിയ കഥാപാത്രമാണ്. എൻ്റെ കഥാപാത്രം കല്യാണം കഴിക്കാത്ത അനിയൻ, അവൻ പുതിയ ആളാണ്. അവനൊരു ചെറിയ പ്രേമവും കാര്യങ്ങളൊക്കെ ഉള്ളൊരു സംഭവം. അപ്പോൾ അങ്ങനെ എന്താണെങ്കിലും അങ്ങനൊരു രസകരമായി ഇവരെല്ലാവരുടെയും കൂടെ അഭിനയിക്കാൻ പറ്റി. രാജസ്ഥാൻ സാറിൻ്റെ കൂടെ ഒരു നല്ലൊരു പടം. മനോജേട്ടാ, വില്ല് വിജയുടെ കൂടെയുള്ള പടം തിരുമലൈ വില്ല്. വില്ലിനെ കുറിച്ച് അങ്ങനെ പറയാനില്ല. എനിക്ക് അതിനകത്തുള്ളൊരു പ്ലസ് എന്ന് പറയുന്നത് പ്രഭുദേവയുടെ ഡയറക്ഷനിലൊരു പടം ചെയ്തു. ആ പടം അത്ര ഹിറ്റൊന്നും ആയില്ല. എൻ്റെ ക്യാരക്ടറും ഞാൻ അത്ര ഹാപ്പി ഒന്നും ആയിരുന്നില്ല. പക്ഷേ ഞാൻ വിജയുടെ ആദ്യ പടം ചെയ്തത് കിടിലമായിരുന്നു. വിജയുടെ തന്നെ ഒരു 5 പടത്തിൻ്റെ ഫ്ലോപ്പിന് ശേഷം വിജയ് കിട്ടുന്ന ഒരു ബ്രേക്ക് ആയിരുന്നു. അതിന് തൊട്ട് മുമ്പുള്ള ഒരു 4-5 പടം വിജയ് കണ്ടിന്യൂസ് ഫ്ലോപ്പായിട്ട് വിജയ് ഒരു മാർക്കറ്റ് ചെറിയൊരു ചാഞ്ചല്യപ്പെട്ട് നിൽക്കുന്ന സമയത്താണ് ഈ തിരുമല വരുന്നത്. അപ്പോൾ ഞാൻ തടാ ഇതിൻ്റെ അകത്തും കൂടെ ഞാനും കൂടെ വന്ന് പെട്ടു, ഇതും പോയാൽ തീർന്നില്ലേ. അപ്പോൾ ഇതൊരു ഭയങ്കര ഉയർത്തെഴുന്നേൽപ്പായിരുന്നു പുള്ളിക്ക്. അങ്ങനെ തിരുമല ഭയങ്കര ഹിറ്റായി. തിരുമലയിലെ അരസ് എന്നെ ഇപ്പോഴും തമിഴ്നാട്ടിലല്ല തമിഴന്മാരുള്ള എവിടെ ചെന്ന് ഞാൻ അതിലെ പാസ് എടാ തിരുമല അരസ് പോറാ, അരസ് എന്നെ പേരറിയത്തില്ല അവർക്ക്. ശരിക്കും വിജയ് എങ്ങനെയാ? ഒരുപാട് ആൾക്കാർക്ക് അറിയേണ്ടി വരും. വിജയ് രാവിലെ ഗുഡ് മോർണിംഗ്, പോകുന്ന നേരത്ത് ഗുഡ് നൈറ്റ്. അങ്ങനെ അധികം സംസാരിക്കുന്ന ആളല്ല. ഇടയ്ക്ക് വല്ലപ്പോഴും ഒരു ഇതൊക്കെ പറയും, ഡയലോഗ്സ് ഒക്കെ പറയുന്നതിനിടയ്ക്ക് വല്ലതും സംസാരിക്കും. ഒരു ദിവസം ഞാൻ പിടിച്ചിരുത്തി സംസാരിച്ചു. കാരണം എനിക്ക് തോന്നുന്നു എവിടെയാണ് ദിണ്ടുകൽ എവിടെയോ ഒരു ഷൂട്ടിംഗ് നടക്കുന്നു ഇതിൻ്റെ, തിരുമലയല്ല, തിരുമലയുടെ തന്നെ നടക്കുമ്പോൾ രാത്രിയായി, ആരുമില്ല സെറ്റ്, പുള്ളി ഒറ്റയ്ക്ക് കിട്ടി. അപ്പോൾ എൻ്റെ അടുത്ത് ഇങ്ങനെ ഞങ്ങൾ മാത്രമുള്ള സീനാണ്, ഞങ്ങൾ രണ്ടും മാത്രമേ ഉള്ളൂ. അപ്പോൾ അങ്ങനെ ഇരിക്കുമ്പോൾ ഞാൻ വിജയ് സാർ உங்களுக்கு எவ்வளோ நல்ல பாட்டு கிடச்சிருக்கு, நல்ல எனக்கு ரொம்ப பிடிக்கும் படத்தில் பாட்டுலாம்,
ഏത് സാർ നിങ്ങൾക്ക് ഇത് പിടിച്ച പാട്ട് ഇത്? ഞാൻ പറഞ്ഞു, എനിക്ക് ഏറ്റവും പിടിച്ച പാട്ടുണ്ടാ 20 കോടി നിലവുകൾ കൂടി പെൺമയ്യാനതു എന്നിതിരെ വന്ന് പുന്നക செய்ய கண் கூசுதோ. அந்த பாட்டு பிடிக்குமா? ഞാൻ പറഞ്ഞു அந்த പാട്ട് தான் ரொம்ப പിടിക്കും. അപ്പുറം പിന്നെ കുറേ പാട്ട് പിള്ള പാട്ടുകളൊക്കെ ഞങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും പാടി, പഴയ തമിഴ് പാട്ടുകൾ പാടി. അങ്ങനെ ഒരു നല്ല രാത്രിയായിരുന്നു. അന്ന് പുള്ളി ഭയങ്കര ഫ്രീ ആയിരുന്നു. ഒരു മൂഡി ക്യാരക്ടറാണ് പുള്ളി പൊതുവെ. അങ്ങനെ മനഃപൂർവ്വമുള്ള പുള്ളി ചെറുപ്പത്തിലേ മുതൽ അങ്ങനത്തെ ഒരു മൂഡി ക്യാരക്ടറാണ് ഞാൻ കേട്ടത്. വല്യേട്ടൻ വല്യേട്ടനിൽ പറയുകയാണെങ്കിൽ ആദ്യം തന്നെ എന്നെ വിളിച്ചപ്പോൾ തന്നെ എന്നോട് പറഞ്ഞത് ഇങ്ങനെ ഒരു കാലിന് ചെറിയൊരു കുഴപ്പമുള്ളൊരു കഥാപാത്രമാണ്. അപ്പോൾ അതുകൊണ്ട് സുധീഷ് 2-3 ക്യാരക്ടേഴ്സിനെ വെക്കണം, അല്ലെങ്കിൽ പഠിച്ചു വെക്കണം, ഇവിടെ വന്നിട്ട് നമുക്കത് നോക്കാം ഏതാണ് എങ്ങനത്തെയാണ് വേണ്ടതെന്നുള്ള കാര്യം. അപ്പോൾ തന്നെ നമുക്ക് ത്രിൽഡായി. കാരണം ഇങ്ങനെ ഒരു പുതിയൊരു വെറൈറ്റി ഐറ്റം കിട്ടുകയാണല്ലോ, അങ്ങനത്തെ ഒരു കഥാപാത്രം കിട്ടുമ്പോൾ. അപ്പം ഞാൻ പണ്ട് നാടകത്തിൽ ഇതുപോലൊരു വളരെ ചെറുപ്പത്തിൽ അഭിനയിച്ചിട്ട് ഒരു മുടന്തനായിട്ട് അഭിനയിച്ചിട്ടുണ്ടായിരുന്നു. അതെൻ്റെ മനസ്സിലുണ്ടായിരുന്നു. പിന്നെ നമ്മൾ പല പടങ്ങൾ കണ്ടിട്ട് ഒരു സാധനം നമ്മുടെ മനസ്സിലുണ്ടായിരുന്നു. അതുകൂടാതെ നമ്മൾ സ്വന്തമായിട്ട് ഞാനൊരു മുടന്ത് ക്രിയേറ്റ് ചെയ്ത് വെച്ചിട്ട് അങ്ങനെ 3 ഐറ്റംസ് ആയിട്ടാണ് ഞാൻ നേരെ വെള്ളിയേട്ടനിലേക്ക് ചെല്ലുന്നത്. അപ്പം ഞാൻ ചെല്ലുമ്പോൾ തന്നെ നമ്മുടെ രഞ്ജിയേട്ടനും ഷായി സാറൊക്കെ വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. മീൻസ് എന്താണ് അവൻ ചെയ്യാൻ പോകണമെന്ന് അറിയാൻ വേണ്ടിയിട്ട്. ഞങ്ങൾ ഒരുമിച്ചുള്ള കോമ്പിനേഷനാണ് എടുത്തത്, മമ്മൂക്കയും. ഇട്ടോ അശോകനെ വിളിക്കും. അശോകേട്ട് നമസ്കാരം. ആവശ്യമില്ലാത്തൊന്നും പറയരുത്. ക്ലബ് FM രാഘവായിട്ടുള്ള ഒരു ചാറ്റ് നടക്കുകയാണ്. രാഘവ് ക്ലബ് FM രാഘവ് ഭയങ്കര പോപ്പുലർ സ്റ്റാർ ആണ്, RJ. അപ്പൊ രാഘവ് എന്റെ കൂടെ ഞാനും സുധീഷും കൂടി ഇരിക്കുമ്പോ അശോകന്റെ കോള് വരുന്നു, ഞാൻ സ്പീക്കറിലിടുന്നു. അതാണ് ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുന്നത്. കറക്റ്റ് ടൈമാ. അപ്പൊ അതെ ഒരു ചോദ്യം അശോകന്റെ ചുളിവി കിട്ടിയതാണ്. അശോകനോട് ചോദ്യം ചോദിച്ചോ. രാഘവ് ഒരു ചോദ്യം ചോദിക്കുന്നു. അശോക്ജി, എങ്ങനെയുണ്ടായിരുന്നു ഇവർ രണ്ടുപേരും സെറ്റില്? എന്താണ് ധീരനെ കുറിച്ച് പറയാനുള്ളത്? സത്യത്തിൽ ഞങ്ങളെല്ലാം അധീരന്മാരാ. ധീരനല്ല, അധീരന്മാരാ ഞങ്ങളെല്ലാം. ധീരന്മാരാണ്. അല്ല, അത് ജഗദീഷ് ചേട്ടൻ ഉള്ളത് കൊണ്ടാണോ? അത് ജഗദീഷ് ചേട്ടൻ ഉള്ളത് കൊണ്ടാണോ? ജഗദീഷ് ഇവിടെ ഇല്ല, ധൈര്യമായിട്ട് എന്തും പറഞ്ഞു കേട്ടോ. ജഗദീഷാണ് ഞങ്ങളെല്ലാം അധീരന്മാരാക്കിയത്. ജഗദീഷ് ഇവിടെ ഇല്ല, ധൈര്യമായിട്ട് ഇനി എന്തും പറയാം, എന്ത് തോന്നിയ ദിവസം പറയാം. അശോക്, ഒറ്റ ചോദ്യം എന്താണ്? ഞങ്ങള് ഒരു 160 രൂപയ്ക്ക് ധീരന് ടിക്കറ്റ് എടുക്കുകയാണ്. എത്ര രൂപക്ക് മുതലാവും? എത്ര രൂപയ്ക്ക് മുതലാവും? ഓപ്ഷൻ തരാം. 100, 150, 200, 500. ഓപ്ഷൻ ഉണ്ട്. 100, 200, 300, 500. എത്ര? 500 രൂപ എടുക്കുക, നിങ്ങൾക്ക് ദോഷം വരത്തില്ല. വെരി ഗുഡ്. അശോക് അങ്ങനെ പറയാമെങ്കിൽ വെറുതെ പറയൂ. ഒരു നഷ്ടവും വരില്ല. അത് മതി. കുറച്ച് ഇൻട്രസ്റ്റിംഗ് ആയിട്ട് ഈ സിനിമ കണ്ടിരിക്കാം. ഓക്കെ അശോക്, അപ്പൊ ഞാൻ വിളിക്കാം അത് കഴിഞ്ഞിട്ട് കേട്ടോ. താങ്ക് യു. ഞാൻ ഒരു സംശയം ചോദിക്കട്ടെ? ഇനി സ്പീക്കർ ഒന്ന് മാറ്റിക്കോ. സ്പീക്കർ മാറ്റി. അപ്പം എന്നോട് 3 കാണിക്കാൻ പറഞ്ഞു. അപ്പോൾ അതിലവർ സെലക്ട് ചെയ്ത് ഞാൻ സ്വന്തമായിട്ട് ഉണ്ടാക്കിയ ആ മുടന്തിൻ്റെ കഥാപാത്രത്തെയാണ് അവർ സെലക്ട് ചെയ്തത്. അപ്പം അങ്ങനെ അതിൻ്റെ ഒരു എന്താ പറയുക, അതൊരു ഈ പറഞ്ഞ ഒരു ചലഞ്ചായിരുന്നു പടത്തിൽ. ത്രൂ ഔട്ട് ഒരുപാട് അതിൽ ഇങ്ങനെ വെച്ചിട്ട് നടക്കാൻ എന്ത് രസമായിട്ടാണ് ചെയ്തിരിക്കുന്നത്. എന്താ മെയിൻറ്റെയിൻ ചെയ്തത്, എന്ത് പാടാന്നറിയോ? ഒരു സ്ഥലത്ത് പോലും പാട്ടിലും ഡാൻസിലും അതും വെച്ച് ഡാൻസ് ചെയ്യുന്നുണ്ട്, ഇങ്ങനെ ഡാൻസ് ചെയ്യുന്നുണ്ട്. അതൊക്കെ നടക്കാനും ഒരുപാട് നല്ല ചലഞ്ചിങ് ക്യാരക്ടേഴ്സ്. ഭയങ്കര രസമായിട്ടുള്ള അനുഭവമായിരുന്നു അത്. ബിഗ് ബിയെ കുറിച്ച് പറയുമ്പോൾ എനിക്ക് പേടി. അപ്പോഴത്തേക്കും ആരെങ്കിലും ഒക്കെ ഇനി എന്റെ താഴെ കമന്റുമായിട്ട് വരും. ചേട്ടാ ബിലാൽ എന്താണ് പറയൂ. അത് ഞാൻ എന്തായിട്ട് ചോദിക്കും. ഒരു പിടിയില്ല, സത്യം എനിക്കൊരു പിടിയില്ല. ഞാനൊരു 6-7 മാസം മുമ്പ് അമലിനെ വിളിച്ചു. അപ്പോഴും ഞാൻ ഇടയ്ക്ക് ചോദിച്ചായിരുന്നു ഇങ്ങനെ, ചേട്ടാ ഉണ്ടാവും ചേട്ടാ, പക്ഷെ അതിൻ്റെ ഒന്നും ആയിട്ടില്ല, ചില സാങ്കേതിക പ്രശ്നങ്ങൾ, പല ചെറിയ വിഷയങ്ങളുണ്ട്, അതൊന്ന് കറക്റ്റ് ചെയ്താൽ തുടങ്ങും എന്ന് പറയുന്നുണ്ട്. ഉറപ്പായിട്ടും ഉണ്ടാവുമെന്ന് പറയുന്നത്. ബിഗ് ബി ഒന്നുകൂടെ റിലീസ് ചെയ്യുന്ന കാര്യത്തെ കുറിച്ച് നമുക്ക് ആലോചിക്കേണ്ടതല്ലേ? ഇത്രയും ചെയ്താൽ നല്ലതാണ് അല്ലേ? ചെയ്താൽ നന്നായിരിക്കും. കാരണം ചോട്ടാ മുംബൈ തന്നെ ഇറങ്ങിയിട്ട് കണ്ടില്ലേ, എന്തൊരു റിസപ്ഷനാണ് കിട്ടിയാൽ. അതുപോലെ ഇതിനും ഉറപ്പായിട്ട് കിട്ടും. അന്ന് ബിഗ് ബി ഇത് കൾട്ടാവുന്നോ അല്ലെങ്കിൽ അതിലത്തെ സീനൊക്കെ ചെയ്യുന്ന സമയത്ത് എന്തായിരുന്നു മനസ്സിൽ? ഇതൊരു വലിയ മാറ്റമായിരിക്കുമെന്ന് എനിക്ക് തോന്നി. കാരണം അത് കഥ കേട്ട് കഴിഞ്ഞപ്പോഴേ ഇതൊരു, പ്രത്യേകിച്ച് മമ്മൂക്ക ഇത്തരം സാധനങ്ങളൊന്നും വിട്ടുപിടിക്കത്തില്ല. അപ്പം കയറി കൊളുത്തി പുള്ളി അത് കഥ കേട്ട് വഴിക്ക്. അപ്പം അങ്ങനെ അത് ഒരു വലിയൊരു മാറ്റത്തിന്റെ പാതയായിരിക്കും തോന്നി. ഒരു ബോളിവുഡ് ആറ്റിറ്റ്യൂഡിലുള്ളൊരു സിനിമ ആദ്യമായിട്ട് മലയാളത്തിൽ. അതുവരെ അങ്ങനെയുള്ള സിനിമയൊന്നും ഇല്ലല്ലോ. ഇതൊരു പുതിയ പരീക്ഷണ ചിത്രം കൂടിയാണ് ശരിക്കും. മതിൽ ചാടിയ സിനിമ സീനിയേഴ്സ് ഇപ്പോഴും ഞാൻ ഓർക്കുന്നു. വൈറ്റ്ല ജംഗ്ഷനിൽ നിന്ന് ഞാനിങ്ങനെ വൈറ്റ്ല ട്രാഫിക് കഴിഞ്ഞ് നേരെ തൃപ്പൂണിത്തുറയ്ക്ക് പോകും, എൻ്റെ വീട്ടിലേക്ക് പോവാം. വൈറ്റ്ല ക്രോസ് ചെയ്ത് ട്രാഫിക് സിഗ്നൽ വന്നു, ഗ്രീൻ വന്നു, ഞാൻ നേരെ ക്രോസ് ചെയ്യുന്നു. നമ്മുടെ എറണാകുളത്ത് അവിടെ ഒരു അമ്പലം ഉണ്ടല്ലോ, വൈറ്റ്ല ജംഗ്ഷനത്തിൻ്റെ അമ്പലം. ആ അമ്പലം കഴിഞ്ഞ് ഇങ്ങനെ അവിടുന്ന് ലെഫ്റ്റ് എടുത്ത് പോകുമ്പോൾ ഒരു കോള്, പ്രൊഡക്ഷൻ എക്സിക്യൂട്ടീവിൻ്റെ കോള്. എനിക്ക് പരിചയമുള്ള ആളാണ്. എടുത്തു. മനോജ് എവിടെ ഉണ്ട്?
ഞാൻ പറഞ്ഞത് ഇവിടെ ഉണ്ട്, എറണാകുളത്തുണ്ട്, വീട്ടിൽ പോയിക്കൊണ്ടിരിക്കുക. എവിടെ എത്തി? ഞാൻ പറഞ്ഞല്ലാതെ തൃപ്പൂണിത്തുറയ്ക്ക് എത്താറായി. ആണോ? ഇതേ തൊട്ട് പുറകിൽ ഫ്ലാറ്റിൽ വൈശാഖുണ്ട്, സച്ചി സേതുണ്ട്, എല്ലാവരും ഉണ്ട്. ഇവരുടെ ഈ പുതിയ സിനിമയിൽ മനോജിനൊരു ക്യാരക്ടറുണ്ട്. അപ്പോൾ അതൊന്ന് കയ്യോടെ വന്നൊന്ന് കേൾക്കാവോ? അപ്പം എനിക്ക് ആ ഫ്ലാറ്റിന് ഞാൻ 100 മീറ്റർ പോലും കഴിഞ്ഞിട്ടില്ല. അങ്ങനെ ഒരു സംഭവമേ. അപ്പം ഞാൻ നേരെ റിവേഴ്സ് എടുക്കുകയാണ്. റിവേഴ്സ് എടുത്ത് നേരെ ഈ ഫ്ലാറ്റിൽ ചെല്ലുന്നു. അപ്പം ഞാൻ പറഞ്ഞു ഞാൻ ഇവിടെ എത്തിയതുള്ളൂ, ഞാൻ നിങ്ങളുടെ ഈ ഫ്ലാറ്റ് കഴിഞ്ഞ് അങ്ങോട്ട് പോകുമായിരുന്നു. അപ്പോൾ അങ്ങനെ അവിടെ ഇരുന്ന് ഈ കഥയെല്ലാം കേൾക്കുന്നു, ഭയങ്കര ഇഷ്ടപ്പെടുന്നു. അങ്ങനെ കമ്മിറ്റ് ചെയ്തതാണ് സിനിമ. എനിക്ക് എൻ്റെ അഭിനയ ജീവിതത്തിൽ ഈ ഹ്യൂമറസ് ആയിട്ടുള്ള ക്യാരക്ടേഴ്സ് ഒന്നും ചെയ്തിട്ടില്ല എന്നൊരു കംപ്ലയിൻറ്റ്സ് പലരും പറയുമായിരുന്നു. ഇയാളെല്ലാം സീരിയസ് ക്യാരക്ടർ, അത് ക്ലാസ്സി അങ്ങനെയൊക്കെയാണെന്ന് പറയുമായിരുന്നു. പക്ഷെ അതിൻ്റെ ഇടയ്ക്ക് കൂടെ ഇത് വന്നപ്പോൾ അത് സക്സസ് ആയി എന്നുള്ളതാണ്. ആ മതിലിയാട്ടവും അങ്ങനെയുള്ള കുറച്ച് നല്ല രസകരമായ സീൻസ് എനിക്കുണ്ടായിരുന്നു. ആളുകൾ ചിരിപ്പിച്ച സീൻസ് ഉണ്ടായിരുന്നു. അങ്ങനെ എനിക്കൊരു കോമഡി ഇമേജും കിട്ടി. മതിലിചാട്ടം സ്ക്രിപ്റ്റിലുണ്ടായിരുന്നോ? പിന്നെ ഉറപ്പായിട്ടുണ്ട്. ഇത്ര തവണ ചാടണം എന്നൊക്കെ അതൊക്കെ വൈശാഖിന്റെ ബ്രില്യൻസ് ആണ്. അത് ഞാൻ അതിന്റെ തലേദിവസം ഫൈറ്റ് സീനായിരുന്നു. ആ ഒരു കോളേജിൽ പോയിട്ട് ഞങ്ങളെല്ലാവരും ഫൈറ്റ് ചെയ്യുന്നില്ലേ. അപ്പൊ ഈ ഫൈറ്റ് സീൻ കഴിഞ്ഞ് എൻ്റെ അടിവേറും വേദന, കാല് ഫൈറ്റ് കഴിഞ്ഞാൽ അങ്ങനെയാണല്ലോ, വേഗം മുഴുവൻ വേദന എടുക്കും. അതിന്റെ അന്ന് രാത്രി കൊണ്ട് ഇത് വെച്ചിരിക്കുക. പകല് മുഴുവൻ ഫൈറ്റും, വൈകുന്നേരം ആയപ്പോഴത്തേക്കും അപ്പം ഞാനോർത്തി മതിലിയാട്ടമല്ലേ, അത് ചുമ്മാ അത് ചാടി കഴിഞ്ഞു, സീൻ കഴിഞ്ഞു ഓർത്തു. ഇത് മതിലിയാട്ടത്തിൻ്റെ ആ എപ്പിസോഡിലേക്ക് എത്തിയപ്പം വൈശാഖ് പറഞ്ഞു, ചേട്ടാ ആ മതില് ചേട്ടൻ 2-3-4 പ്രാവശ്യം ചാടിയാൽ സൂപ്പറായിരിക്കും. ഞാൻ വൈശാഖ് ഒരു പ്രാവശ്യം ചാടിയിട്ട് എൻ്റെ അടിവേറ് ഭയങ്കര പെയിന്, ചാടാൻ ബുദ്ധിമുട്ടുണ്ട്, കാലൊക്കെ നല്ല പെയിനുണ്ട്. ചേട്ടൻ ചാടി ചേട്ടൻ ചാടി നോക്കിയേ. ഇത് നോക്കിയാൽ തിയേറ്ററിൽ ഏറ്റവും ചിരിക്കുന്ന സീൻ. വൈശാഖിൻ്റെ ഒരു വിഷൻ ഞാൻ ആലോചിക്കുക. ഈ തിയേറ്ററിൽ ഏറ്റവും കൂടുതൽ ചിരിക്കാൻ പോകുന്ന സീൻ ഇതായിരിക്കും എന്ന് വൈശാഖ് അവിടെ മൈക്കിൽ കൂടെ പറഞ്ഞു. ചേട്ടൻ ചാടിക്കോ, ഒരു ഇഷ്ടം പോലെ ചാടി, ഇഷ്ടമുള്ള മാക്സിമം ചാടാന്നത്രയും ചാടിക്കോളാൻ പറഞ്ഞു. അപ്പോൾ എനിക്കൊരു ത്രില്ലടിച്ചു. അപ്പോൾ അങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും എടുത്ത് ചാടി. അതങ്ങനെ ഇങ്ങനെ ചാടാ, വലത് കാലത്ത് വെച്ച് ലെഫ്റ്റ് അങ്ങനെ അല്ലടാ ഇങ്ങനെ എന്നൊക്കെ പറഞ്ഞിട്ട് അതിൻ്റെ കൂടെ സുരാജിൻ്റെ ഡബ്ബിങ് അവനും ഇതിൻ്റെ ഇടയ്ക്ക് കൂടെ പറഞ്ഞ് കയറ്റി ആ സീനങ്ങ് കൊഴിപ്പിച്ചു. അങ്ങനെ ആ സീനുണ്ടായത്. അത് 1-2 പ്രാവശ്യം ചാടാനൊക്കെ ഉള്ളൂ സ്ക്രിപ്റ്റിലുള്ളൂ. പക്ഷേ അയാളുടെ ഒരു ക്രേസ്, അയാളുടെ ഏരിയ വന്നപ്പോഴത്തേക്കും, ഈ പപ്പന്റെ ഏരിയ വന്നപ്പോൾ അയാൾക്ക് ഇഷ്ടമുള്ളൊരു വിഷയം വന്നപ്പോൾ അയാള് അങ്ങ് അർമാദിക്കുക എന്നുള്ള സാധനം വന്നപ്പോഴാണ് അതിൻ്റെ അകത്ത് ഹ്യൂമർ തെളിഞ്ഞു വന്നത്. ലാസ്റ്റ് ഇതോടെ നമ്മൾ നിർത്തും. ബാലേട്ടൻ സിനിമ റിലീസായ അന്ന് ഫസ്റ്റ് ഡേ ലാലേട്ടൻ്റെ ഫാൻസ് എന്നെ തല്ലില്ല എന്നേ ഉള്ളൂ. കാരണം ഞാൻ ലാലേട്ടൻ്റെ കൂടെ മുമ്പ് അഭിനയിച്ചെങ്കിലും ഓപ്പോസിറ്റ് ആയിട്ട് ചെയ്യുന്നത് ഭയങ്കര ആദ്യമായിട്ടാണ്. അപ്പോൾ ലാലേട്ടനെ ചെറ്റേന്ന് വരെ വിളിക്കുന്നൊരു സീനുണ്ട് ആ പടത്തിൽ. അപ്പോൾ അതിൻ്റെ ക്ലൈമാക്സ് എല്ലാം പടം ഭയങ്കര ആൾക്കാർ ഇഷ്ടപ്പെട്ടു. തിയേറ്ററിൽ നിന്ന് പടം കണ്ട് ഇറങ്ങി വന്നപ്പോൾ ആളുകളെല്ലാവരും കൂടി, ഞാൻ വിചാരിച്ചത് ദൈവം എന്നെ പിടിച്ച് അടിക്കാനാണോ വിചാരിച്ച്. ഇവിടെ പറഞ്ഞ അവസാനത്തെ സീനിൽ ലാലേട്ടനോട് മാപ്പ് പറയുന്ന സീനുണ്ട്. അതില്ലായിരുന്നെങ്കിൽ ഞങ്ങൾ ഇതിനോട് വെച്ചേക്കില്ല എന്ന് പറഞ്ഞു. ലാലേട്ടൻ പറഞ്ഞായിരുന്നു ഇത് ഇറങ്ങുമ്പോൾ തല്ല് കിട്ടാൻ ചാൻസ് ഉണ്ട്. ലാലേട്ടനോ? ഇല്ല. ഒന്നാമെന്ന് വെച്ചാൽ ലാലേട്ടൻ അതിന് മുമ്പ് കുറേ പടങ്ങൾ ഇത്തിരി ഫ്ലോപ്പ് ആയിരുന്നു. അപ്പോൾ അതിന് ശേഷം ഒരു പ്രതീക്ഷിക്കാതെ വന്നൊരു ഹിറ്റാണ്. അപ്പോൾ ഫാൻസൊക്കെ ഏറ്റെടുത്തിട്ട് അത്രയും സന്തോഷത്തോടു കൂടി ഇറങ്ങിയ സിനിമയായിരുന്നത്. അപ്പോൾ അതാണ് അത്രയും എഫക്റ്റ് ആ പടത്തിന് ഉണ്ടായിരുന്നത്. ധീരൻ സിനിമയുടെ ട്രെയിലറിൽ കാണുന്നൊരു വാക്കുണ്ട്, 12ാം വയസ്സിൽ ഞാൻ നാട്ടുകാർക്ക് ധീരൻ, 30ാം വയസ്സിൽ ഞാൻ ഡാഷ്. ശരിക്കും ഷൂട്ട് ചെയ്യുമ്പോൾ ഉണ്ടായിരുന്നോ? ഇല്ല, ഞാനില്ല. അത് അവന്റെ രാജേഷിന് മാത്രമുള്ള സീനാണ്. ആ സീനിനെ കുറിച്ച് അതിനെക്കുറിച്ച് ആൾക്കാർ പറഞ്ഞു, അതിനെക്കുറിച്ച് ഞങ്ങൾക്ക് പറഞ്ഞുതരുമോ? അല്ല, അത് ഭയങ്കര എനിക്ക് എന്താ അറിയോ, അത് ഈ പറഞ്ഞ പോലെ നമുക്ക് പെട്ടെന്ന് കേൾക്കുമ്പോൾ ഒരു തെറിവിളി പോലത്തെ ഒരു പേരാണെങ്കിലും രാജേഷ് വളരെ രസകരമായിട്ട് അത് അഭിനയിച്ചിട്ടുണ്ട്. ഇപ്പൊ കണ്ടപ്പോൾ എനിക്ക് തോന്നുന്നത്, കാരണം മദ്യപിച്ച് പറയുന്ന അറിയാതെ പറഞ്ഞു പോകുന്ന ഒരു സംഭവം ഉണ്ടല്ലോ അയാളുടെ മനസ്സിൽ നിന്ന്, അത് ഭയങ്കര സോഫ്റ്റ് ആയിട്ട് ഫീൽ ചെയ്തു, ഭയങ്കര രസമായിട്ട്. പിന്നെ അതിലൊരുപാട് അർത്ഥമുണ്ട്. പല ആൾക്കാർക്കും എന്താ പറയാ, ഇത് എന്നെ ഉദ്ദേശിച്ച് പറഞ്ഞാൽ സ്വാഭാവികമായിട്ട് 12ാം വയസ്സിൽ ധീരനും മിക്കവാറും 30ാം വയസ്സിൽ അതും പൊതുവെ അങ്ങനെയാണല്ലോ ഒരു മനുഷ്യാവസ്ഥ. ഇതിന്റെ ആദ്യം, അതായത് ഒരു ഫോട്ടോ സെഷൻ ഉണ്ടായിരുന്നു ആ ക്യാരക്ടറിന്റെ. അന്നൊരു ടീസർ ഇറക്കിയായിരുന്നു ഈ പടത്തിന്റെ, ധീരന്റെ. അതില് സുധീഷ് ചേട്ടൻ ഉണ്ടല്ലോ, നായകന്റെ കൂട്ടുകാരൻ, കോളേജിൽ അല്ലേ, അതുണ്ടായിരുന്നില്ലേ? സെൽഫ് ട്രോൾ ആയിരുന്നു അത്. സെൽഫ് ട്രോൾ അത് എപ്പോഴും ഈ പറഞ്ഞ ദേവൻ തന്നെ ഉണ്ടാക്കിയതാ. അതെ. അത് ഈ പറഞ്ഞ പോലെ കോളേജ് പയ്യന്മാരായിട്ട് നായകനായിട്ട് വരുന്ന മിക്ക പടങ്ങളിലും മിക്കവാറും ഞാൻ കൂട്ടുകാരനായിട്ട് ഒരുപാട് പടങ്ങളുണ്ട് പുതിയ ആൾക്കാരുടെ കൂടെ. അപ്പം അങ്ങനെ കുറേ കോളേജ് പടങ്ങൾ അഭിനയിക്കാൻ പറ്റിയിട്ടുണ്ട്. അതുകൊണ്ടൊക്കെയാണ് അത് നല്ല ക്ലീൻ ആയിട്ട് ട്രോൾ ചെയ്തിട്ടുണ്ട് ആ സീനില്, മീൻസ് ഈ പറഞ്ഞ ഫോട്ടോഷൂട്ടില്. പെട്ടെന്ന് ഇവര് കണ്ടിട്ടേ മനോജ് കിച്ചൻ
ഉടനെ കൂടെ നിൽക്കുന്ന ആൾ പറയും, പുള്ളി അഭിനയിക്കാൻ വന്നു, പുള്ളി വല്ലോട്ടോ റീലൊക്കെ എടുത്തിട്ട് പാട്ടൊക്കെ പാട്ട് പുള്ളി അങ്ങ് പോകുള്ളൂ എന്നുള്ളൊരു സാധനം. അത് ദേവൻ ചോദിച്ചു ചേട്ടാ അങ്ങനെ പറയാമോ? ഞാൻ കുഴപ്പമില്ല, അത് പറഞ്ഞ കുഴപ്പമില്ല എന്ന് പറഞ്ഞു. അപ്പോൾ നമ്മൾ ഇന്റർവ്യൂ ചെയ്യേണ്ടപ്പോഴാണ് എന്താ എല്ലാവരോടും ധീരനെ കുറിച്ച് പറയാനുള്ളത്? ധീരതയോടെ കാണുക. ഇതിന് ധീരതയൊന്നും ആവശ്യമില്ല. നല്ലൊരു നിങ്ങൾ എല്ലാ സിനിമയും പ്രോത്സാഹിപ്പിക്കുന്ന പ്രേക്ഷകരാണ്. പ്രത്യേകിച്ച് ഇങ്ങനെയുള്ള ഹ്യൂമറസ് ആയിട്ടുള്ള സിനിമകൾ എക്കാലത്തും വിജയിപ്പിച്ച പ്രേക്ഷകരാണ്. അപ്പം വളരെ ധൈര്യമായിട്ട് വളരെ കോൺഫിഡൻറ്റോടുകൂടി എല്ലാവരും വന്ന് ഈ സിനിമ കാണാം. എന്നുവെച്ചാൽ ഒരു 2 മണിക്കൂർ 2.25 മണിക്കൂർ നല്ല രസമായിട്ട് കണ്ട് ചിരിച്ച് ഹാപ്പി ആയിട്ട് വീട്ടിൽ പോയി കിടന്നുറങ്ങാവുന്ന ടൈപ്പ് ഒരു സിനിമയാണ്. ഫാമിലി ആബാലവൃദ്ധം എല്ലാ പ്രായത്തിലുള്ളവർക്കും വന്ന് കാണാൻ പറ്റുന്ന ഒരു സിനിമയായിരിക്കും. പ്രത്യേകിച്ച് ഞങ്ങൾ 90s ബാച്ചിന് ഒരുമിച്ച് കൂടാൻ പറ്റിയ ഒരു സിനിമ. കാരണം അങ്ങനെ ഈ അടുത്ത കാലത്തൊന്നും അങ്ങനെ സംഭവിക്കാറില്ല. ഇപ്പം ന്യൂജൻ സിനിമകളിലൊക്കെ വിളിക്കുമ്പോൾ ഏതെങ്കിലും ഒരു ആർട്ടിസ്റ്റ് ഞങ്ങളുടെ ഗ്രൂപ്പിലുള്ള ഒരാളൊക്കെ കാണും. അത് ചിലപ്പോൾ കോമ്പിനേഷൻ ഉണ്ടാവില്ല, കാണാറേ ഇല്ല. ഇത് ഞങ്ങൾ ഈ ഇത്രയും പേര്, ഞാനും സുധീഷും ജഗദീഷും അശോകനും വിനീതും ത്രൂ ഔട്ട് ഒരു സിനിമയിൽ 90s സിനിമകൾ അഭിനയിക്കുന്ന പോലെ അഭിനയിച്ചു. അതാണ് ഇതിൻ്റെ അത് ഏറ്റവും വലിയ ഞങ്ങളുടെ സന്തോഷം. അപ്പോൾ അങ്ങനെ ഒരു വളരെ റെയറായിട്ട് സംഭവിക്കുന്ന ഒരു കോമ്പിനേഷൻ ഈ സിനിമയിലൂടെ വന്നു ഈ കാലത്ത്. അപ്പോൾ അങ്ങനെയൊക്കെ ഒരു നൊസ്റ്റാൾജിയ ഒരുപാടുള്ള ഒരു സിനിമയായിട്ട് മാറും. അങ്ങനെ ആവട്ടെ. ഒരുപാട് പ്രാർത്ഥനയോടെ എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു. നിങ്ങൾക്ക് നമസ്കാരം. ജയ് ഹിന്ദ്. സെറ്റ് അല്ലേ? സെറ്റ്. അപ്പോൾ താങ്ക് യു. വെൽക്കം. സന്തോഷം. കാണാം. സമാധാനം.